നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ ഭഗവതി, ഗണപതി ഭഗവാനെ, ശാസ്താവേ, അമ്മയുടെ പാർഷദന്മാരെ, സപ്തമാതൃക്കളെ, എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. ചിറ്റിലഞ്ചേരി പ്രദേശത്ത് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന് ഒരു പ്രാവശ്യം തൊഴിലുണ്ടായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ. അമ്മയുടെ നിശ്ചയം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ വരാൻ ഇടയായത് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും യാത്രകൾ കൊണ്ടും തവണ നവരാത്രിക്ക് വിളിച്ച പകുതി സ്ഥലത്തും വരാൻ പറ്റില്ല എന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഡോക്ടർ ഗോകുലിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള നിർബന്ധം, അത് അമ്മയുടെ നിശ്ചയമായിട്ട് ഞാൻ കാണുന്നു. ഇവിടെ വരാൻ സാധിച്ചത് മനസ്സിന് വളരെയധികം സന്തോഷത്തെ ഉണ്ടാക്കണം. ഈ നവരാത്രിയിലെ, ഈ വർഷത്തെ നവരാത്രിയിലെ എൻ്റെ ആദ്യത്തെ പ്രഭാഷണമാണ്. ഞാൻ രണ്ട് പ്രഭാഷണം എടുത്തിട്ടുള്ളൂ, ഇന്നും നാളെയും. അതിൽ അമ്മ നവരാത്രിയിൽ നമ്മളെ എന്ത് പഠിപ്പിക്കണു എന്ന് പറയണം എന്ന് കുറച്ച് കാലമായിട്ട് വിചാരിക്കാറുണ്ട്. കാരണം ശാസ്ത്രഗ്രന്ഥങ്ങൾ അനവധിയുണ്ട്, അനവധി പുണ്യഗ്രന്ഥങ്ങൾ, അനവധി സ്തോത്രഗ്രന്ഥങ്ങൾ എല്ലാം ഉണ്ട്. നമ്മൾ ദേവി ഭാഗവതം വായിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, ദേവി മഹാത്മ്യം വായിക്കുന്നുണ്ട്, ശിവപുരാണം വായിക്കുന്നുണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, പ്രത്യേകിച്ച് ഗൃഹസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതും ചിലപ്പോൾ ഉറക്കം ഉണ്ടാവില്ല. ജീവിതം ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ധർമ്മത്തിനെ കയ്യിൽ കൊണ്ടു നടക്കുന്നത്. അതിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടും സാങ്കേതികത വളർന്നു വന്നിട്ടുള്ളതിൻ്റെ എന്താ പറയുക അതിപ്രസരം കൊണ്ടും തന്നെ എന്ന് പറയാം, അടുത്ത തലമുറയെ പോട്ടെ അവനവന് പോലും ആചരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാതെ പോയിട്ടുള്ള ഒരു അധമാവസ്ഥയിലെത്തിയിട്ടുള്ളൊരു തലമുറയാണ് നമ്മൾ. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ ഇന്ന് സജീവമാണ്. ധാരാളം ജനങ്ങൾ വന്നു കൂടുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളും മറ്റും നടക്കുന്നുണ്ട്, ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഡോക്ടർ വരുമ്പോൾ തന്നെ എന്നോട് പറയായിരുന്നു, ഒഴിയാതെ പ്രോഗ്രാമുകൾ നടക്കുന്നൊരു ക്ഷേത്രമാണിതെന്ന്. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പക്ഷെ അത് നമ്മുടെ ഒരു തുടക്കം മാത്രമാണ്. ജനങ്ങൾ വരുന്നു എന്നുള്ളതൊരു തുടക്കം മാത്രമാണ്. 99% പേരും ക്ഷേത്രങ്ങളിൽ വരുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇരിക്കണ അമ്മ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരുന്നില്ല എങ്കിൽ നിങ്ങൾ ആ അമ്മയെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് എന്ന് ജനം വരുന്നോ അന്ന് ഈ ധർമ്മം മുന്നോട്ട് പോകുള്ളൂ. ഇത് ഉറപ്പിച്ച് പറയാം, വ്യാസപീഠത്തിൽ ഇരുന്നിട്ടാണ് പറയണം. താഴെ ഇറങ്ങി നിന്നിട്ട് എനിക്കിത് പറയാൻ ചിലപ്പോൾ ധൈര്യം കാണില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറയും. എല്ലാ ഗ്രാമങ്ങളിലും ഞാൻ ചെല്ലുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ പുതിയങ്കത്ത് വെട്ടക്കരുമാനിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അവിടുത്തെ കലശത്തിൻ്റെ സമയത്ത്. നമ്മുടെ ഗ്രാമങ്ങളിൽ, പാലക്കാടൻ ഗ്രാമങ്ങളെന്നല്ല എവിടെ പോയാലും ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഇത് പെറ്റമ്മയാണ്. ഇവിടെ കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി എവിടെ. ഏത് മഹാക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പും ഇവിടെ കാണണം, എവിടേക്ക് പുറപ്പെടും മുമ്പും ഇവിടെ വന്ന് കാണണം. നിങ്ങൾ വൃന്ദാവനത്തിൽ പൊക്കോളൂ, ബദരിക്ക് പൊക്കോളൂ, ദ്വാരകയ്ക്ക് പൊക്കോളൂ, എവിടെ വേണമെങ്കിലും പൊക്കോളൂ. മച്ചിലിരിക്കണ ഭഗവതിയും ഗ്രാമത്തിലിരിക്കണ അമ്മയും കാണാണ്ട് എവിടേക്ക് പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അതാത് ദേവൻ ഏത് ക്ഷേത്രമാണ്. അപ്പം ഇത് ഈ പ്രഭാഷണം ഇനിയും അനവധി പേര് കാണും, കേൾക്കും, റെക്കോർഡിങ് എന്തായാലും യൂട്യൂബിൽ വരും. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു, ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ ഗ്രാമക്ഷേത്രങ്ങളാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ആണിക്കല്ല്, അത് മറക്കരുത്. ഇവിടെ നിർമാല്യം തൊഴുത് ശീലിക്കുക. ഇവിടെ നിർമാല്യം തൊഴുതിട്ട് വേണം മറ്റ് ക്ഷേത്രങ്ങളിൽ നിർമാല്യം തൊഴാൻ. നിർമാല്യം തൊഴുക എന്ന് പറഞ്ഞാൽ ആ പുലർച്ചെ നേരത്തെ മുഹൂർത്തത്തിൻ്റെ ശക്തിയാണ്. വ്യാഴം എന്നൊരു ഗ്രഹത്തിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വ്യാഴത്തിനെ കൊണ്ട് ഈശ്വരനെയാണ് ചിന്തിക്കുക. നമ്മളെന്താ പറയുക, ഓ വ്യാഴം മറഞ്ഞു, അല്ലെങ്കിൽ വ്യാഴം തെളിഞ്ഞു എന്നാ പറയുക അല്ലേ. ഈശ്വരൻ പ്രസാദിച്ചാലും ഈശ്വരൻ മറിഞ്ഞാലും വ്യാഴത്തിൻ്റെ ചൈതന്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയമാണ് പുലർകാലം.
ആ പുലർകാലത്ത് ഈശ്വര ദർശനം ചെയ്യുമ്പോൾ മനസ്സിലുള്ള മാലിന്യങ്ങൾ പോകും. തലേ ദിവസത്തെ അലങ്കാരവുമായിട്ട് നിൽക്കുന്ന ദേവതയെ കാണുമ്പോൾ ഈശ്വരന് പോലും ശരീരമെടുത്താൽ ആ ശരീരം നഷ്ടപ്പെടുത്തേണ്ടതാണ്. തേജസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി തരാനാണ് നിർമ്മാല്യം തൊഴുന്നത്. ഈ അർത്ഥചിന്തയോട് കൂടിയിട്ട് ഏത് ക്ഷേത്രത്തിൽ നിങ്ങൾ നിർമ്മാല്യം തൊഴുതാലും, ഇനിയിപ്പോൾ അമ്പലം തുറക്കണത് രാവിലെ 7 മണിക്കാണെങ്കിൽ പോലും അവിടുത്തെ നിർമ്മാല്യം തൊഴുതു കഴിഞ്ഞാൽ അത് വിശേഷം. അങ്ങനെ സ്വന്തം തട്ടകത്തെ അമ്മയുടെ നിർമ്മാല്യം തൊഴുത് പഠിക്കണം, അവിടുത്തെ ദീപാരാധന തൊഴുത് പഠിക്കണം. കുട്ടികളെ അവിടെ നിർബന്ധിപ്പിച്ച് അകത്ത് തൊഴിയിച്ചില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടുത്തുക. ആ പാത്രം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വയ്ക്കേ, ഇത് അവിടെ കൊണ്ട് കഴുകി വയ്ക്കേ, ഇതെടുത്ത് ഈ മാല കെട്ടാൻ സഹായിക്കേ. 9 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അതിനെ ഒരു തമാശയായിട്ടും കളിയായിട്ടും ഒക്കെ അവരെ അതിൽ ഉൾപ്പെടുത്തണം. 9 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ കൊടുക്കണം. അകത്ത് തൊഴാൻ നിർബന്ധിക്കുക വേണ്ട, അത് തൊഴേണ്ട സമയത്ത് കയറി തൊഴുതോളും. നമ്മളൊക്കെ അങ്ങനെയാണ്. 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് പലരും അമ്പലത്തിൽ കയറിയിരിക്കുന്നത്. ജീവിതം എടുത്തിട്ട് അടിക്കാൻ തുടങ്ങുമ്പോഴേ അമ്മയെ വിളിക്കാൻ തോന്നുള്ളൂ. പക്ഷെ കുട്ടിക്കാലത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പോകും. ഇതൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും ആവർത്തിക്കുന്നതാണ്. തുടക്കത്തിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് അധികം സമയമില്ല. വളരെ ഹ്രസ്വമായിട്ടുള്ളൊരു സമയം. നമുക്ക് 7:40 നിർത്തണം, 45 നിർത്തണം. അപ്പം നവരാത്രി വാസ്തവത്തിൽ നമുക്ക് തരുന്നത് വെളിച്ചത്തിൻ്റെ, നന്മയുടെ വിജയം തിന്മയുടെ മുകളിൽ എന്നൊക്കെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് പഠിച്ചു വരുന്ന കുറേ വിഷയങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷേ ഇതിലൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും നമ്മൾ പറയണ 2 വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട് എന്ന് പറയും. പറ്റില്ലെങ്കിൽ പറയും അത് ചെയ്യാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറയും. അപ്പം ശക്തി ഉണ്ട്, ശക്തി ഇല്ല എന്നുള്ളതിനാണ് പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും നിൽക്കുന്നത്. എന്തിന്? രാവിലെ എഴുന്നേറ്റ് പല്ല് തയ്ക്കണ പോലും ശക്തി ഉണ്ടാവാം, ശക്തി ഇല്ലാതിരിക്കുക. രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയണം. നമുക്കതിൻ്റെ സിമ്പിളായിട്ട് എണീച്ച് കിടക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ വിഷയം അറിയില്ല. ചികിത്സ കൊണ്ടുപോലും ഈ ശക്തിയാണ് പോഷിപ്പിച്ചു കൊടുക്കുന്നത്. പ്രചോദനം കൊണ്ടും ഈ ശക്തിയാണ് പോഷിപ്പിച്ചു കൊടുക്കുന്നത്. മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇറങ്ങി പണിയെടുക്കുന്നത്? ഈ ശക്തിയാണ്. അപ്പോൾ ഈ ശക്തിയിൽ കൂടെയാണ് സകലതും കൊണ്ട്. ഈ ശക്തിയുടെ ഉത്സവമാണ് നവരാത്രി. വർഷത്തിൽ 2 നവരാത്രി ഉണ്ട്. ശരത്കാലത്തെ ഈ ശാരദ നവരാത്രി, അതേമാതിരി വസന്തകാലത്തെ വസന്ത നവരാത്രി. മൂകാംബികയിലൊക്കെ ഉത്സവം വസന്തത്തിലാണ്, അവിടുത്തെ രഥോത്സവമൊക്കെ ആ സമയത്താണ്. പക്ഷെ ഭാരതത്തിൽ പൊതുവിൽ ഈ ശാരദ നവരാത്രിക്ക് പ്രാധാന്യം കൂടും. എന്തുകൊണ്ടാണ് ഈ നവരാത്രി കാലത്ത് പ്രകൃതിയായിട്ടുള്ള അമ്മയെ നമ്മൾ വിശേഷാൽ 9 ദിവസം പൂജിക്കണമെന്ന് ചോദിച്ചാൽ, അതിനെ ഞാനിപ്പോൾ ഈ അടുത്തുകൂടെ കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ അവർ നവരാത്രി എന്തുകൊണ്ടാണ് ചെയ്യണത് എന്ന് കുട്ടികളോട് ചോദിച്ചു. കുട്ടികൾക്കറിയില്ല. മുതിർന്നവരോട് ചോദിച്ചു, അവർക്കും അറിയില്ല. അത് മനസ്സിലാക്കിയാലാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. കാലദംഷ്ട്ര എന്ന് പറയും. കാലത്തിൻ്റെ 2 തേറ്റയാണെന്നാണ് ഈ 2 നവരാത്രി കാലങ്ങൾ. ശരത്കാലം വളരെ സുന്ദരമാണ്. മനോഹരമായിട്ടുള്ള നിലാവ് വരുന്ന ശരത് പൂർണിമ, രാസക്രീഡയൊക്കെ നടന്നത് ശരത്കാലത്താണ്. ഇതൊക്കെ നടക്കുന്ന ഒരു പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാലം, കുളിർമ വരുന്നൊരു കാലം. വസന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. വസന്തത്തിൻ്റെ മനോഹാരിത പ്രത്യേകിച്ച് പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാലത്തും മരണങ്ങളും രോഗങ്ങളും കൂടും. കൂടുതൽ ആൾക്കാർ മരിക്കും. ശ്രദ്ധിച്ചാൽ കാണാം, കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് വസന്തത്തിലും ശരത്കാലത്തും ആയിരിക്കും. പ്രകൃതിയുള്ള മരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പഴയ കാലത്തുള്ള നമ്മുടെ കാരണവന്മാർ കണ്ടുപിടിച്ചു, മരണം കാഴ്ചയ്ക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണെങ്കിലും മരണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന കാലമായതുകൊണ്ട് ആ പ്രകൃതിയെ നമ്മൾ സന്തോഷിപ്പിക്കണം. ഞാൻ ഈ തത്വത്തിനെ എത്രയോ ലളിതമാക്കിയിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താണെന്ന് വെച്ചാൽ മരണമാണ്. അവനവൻ്റെ ശരീരത്തിൻ്റെ നാശമാണ് നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനമായിട്ടുള്ള ഭയം. ആ ഭയത്തിനെ ഇല്ലാണ്ടാക്കാൻ നവരാത്രി ആചരിക്കണം. നവരാത്രിക്ക് അമ്മയെ എന്നല്ല, ഇഷ്ടമുള്ള ഏത് ദേവതയെ വേണമെങ്കിലും പൂജ കഴിക്കാം. ഏത് ദേവതയെ പൂജ കഴിച്ചാലും ഏത് മന്ത്രം ജപിച്ചാലും സാധാരണ ജപിക്കണേക്കാട്ടിലും 1000 ഇരട്ടി ഫലമാണ്. ഓം നമോ നാരായണായെന്നോ നമശിവായെന്നോ സ്വാമിയെ ശരണമയ്യപ്പാന്നോ എന്തു വേണമെങ്കിലും ഏത് ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്താനും വിശേഷമാണ് നവരാത്രി. ശിവരാത്രി അങ്ങനെയാണ്. ശിവരാത്രി ശിവന് മാത്രമല്ല,
ഇതൊക്കെ പ്രപഞ്ചത്തിൽ ചില പ്രത്യേക കാലങ്ങളിൽ ചില പ്രകൃതിയിൽ ചില പ്രത്യേക അവസ്ഥകളുണ്ടാവും. ആ അവസ്ഥകളെ പൂർവികന്മാർ മനസ്സിലാക്കി നിശ്ചയിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. യാ ദേവീ സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. രാത്രി സൂക്തത്തിൽ വരണം. ഏതൊരു ദേവിയാണോ സകല ജീവജാലങ്ങളിലും ശക്തിയുടെ രൂപത്തിലിരിക്കുന്നത് അവളെ നമസ്കരിക്കണോ 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 എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ശക്തിയെ മറന്നുകൊണ്ട് ശിവന് പോലും രക്ഷയില്ല. ആ ശക്തിയെ മറന്നുകൊണ്ട് സാക്ഷാൽ ശ്രീപരമേശ്വരൻ മഹാദേവൻ അച്ഛൻ അദ്ദേഹത്തിന് പോലും രക്ഷയില്ല എന്നാണ് പറയുന്നത്. ഞാനൊരു ചെറിയ കഥ പറയാം. വളരെയേറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലോ എവിടെയാണ് ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ ദേവത കാത്യായനി എന്ന പേരോട് കൂടിയിട്ടുള്ള ദേവിയായിരുന്നു. കാത്യായന മഹർഷിയുടെ പുത്രീഭാവത്തിൽ അമ്മ അവതരിച്ചതാണ് കാത്യായനി. കാർത്യായനി അല്ല, കാത്യായനിയാണ്. ആ ദേവിയെയാണ് ഗോപസ്ത്രീകൾ കൃഷ്ണനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. അതിദിവ്യമായിട്ടുള്ളൊരു രൂപമാണ്. അസുരനിഗ്രഹത്തിന് വേണ്ടി ജനിച്ച രൂപമാണ് കാത്യായനി. കാളീഭാവം വളരെയധികം കാത്യായനിയിൽ. എല്ലാം നമ്മൾ അമ്മ എന്ന് വിളിക്കുമെങ്കിലും ഇവർ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. അപ്പോൾ ഈ കാത്യായനി ഇതേവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ നാട്ടിലെ ജനങ്ങൾ ആ അമ്മയെ കൊണ്ടാടിക്കൊണ്ടിരുന്നു. അവിടുത്തെ രാജാവും ആ ദേവിയെ അതേപോലെ തന്നെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് വടക്കൻ ഭാരതത്തിൽ നിന്ന് വലിയൊരു ആക്രമണം ഈ നാട്ടിലേക്ക് വന്നു. ആ രാജാവ് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ നാട്ടിൽ ഒരാളുടെ പോലും ജീവനോ സ്വത്തിനോ നഷ്ടം വരില്ല എന്ന ഉറച്ച ബോധ്യത്തോട് കൂടിയിട്ട് തൻ്റെ ഉടവാളുമായിട്ട് പോയിട്ട് ആ ഭഗവതിയുടെ മുന്നിൽ ആ ഉടവാൾ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇത് നിൻ്റെ വാള്, നീ തന്നെ രക്ഷിക്കേ എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചു. പണ്ട് കൊച്ചി രാജാവ് സൈന്യങ്ങളൊക്കെ കുറഞ്ഞിരുന്നൊരു കാലത്ത് ഈ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ സാമൂതിരി നമ്മുടെ പാലക്കാട് ഭാഗത്തുനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ പടയം കൂട്ടിയിട്ട് കൊടുങ്ങല്ലൂർ ആക്രമിച്ചു. കൊടുങ്ങല്ലൂർ ആക്രമിച്ച് 12-ാം നൂറ്റാണ്ടിലോ 13-ാം നൂറ്റാണ്ടിലോ ആക്രമിച്ചപ്പോൾ സൈന്യങ്ങളില്ല, രക്ഷപ്പെടാൻ മാർഗമില്ല. കൊടുങ്ങല്ലൂർ നമ്മുടെ മുന്നിൽ ചെന്നിട്ട് പാടിയത്ര പെരുമ്പടപ്പിൻ സ്തുതിപാരരത്നം പെരുമ്പടക്കോപ്പിഹ കൂട്ടി വരുന്നേൻ ഒരുമ്പടയണം അവരെ തടുപ്പാൻ കുരുമ്പയമ്മേ മമതമ്പുരാട്ടി എന്ന് പറഞ്ഞു ജപിച്ചു. അമ്മയുടെ ഇടത്തെ ചെവിന്ന് സൈന്യങ്ങൾ പുറപ്പെട്ടു എന്നാണ്. ഇന്നും ആ നട അടഞ്ഞാണ് കിടക്കണത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നേർക്കല്ല, സൈഡിലൊരു നട അടഞ്ഞു കിടക്കണതാണ്. അതിൽ കൂടെ പുറത്തേക്ക് വന്നു. നമ്മുടെ ചിറ്റൂർ കൊങ്ങമ്പടയിലും അതേ കഥയുണ്ട്. കൊങ്ങമ്പടയിലും എന്താ കഥ? തിരുമല നായ്ക്കൻ്റെ പടയെ തോൽപ്പിക്കാൻ ചിറ്റൂരമ്മയുടെ സാന്നിധ്യം ഉണ്ടായി എന്നാണ് പറയുക. അതേപോലെ ഈ രാജാവ് ആ അമ്മയുടെ അടുത്ത് ആ ഉടവാൾ വെച്ച് പ്രാർത്ഥിച്ചു അത്ര, അമ്മയെ രക്ഷിക്കണം, അമ്മയുള്ളൂ രക്ഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ യുദ്ധം അദ്ദേഹം നിഷ്പ്രയാസം ജയിച്ചു. 30,000 വരണ ശത്രുവിൻ്റെ സൈന്യത്തിനെ വെറും 300 പേരെ കൊണ്ട് പോയിട്ട് പുഷ്പം പോലെ ജയിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. ഒരാൾ പോലും മരിച്ചില്ല അവനവൻ്റെ സൈഡിൽ. പണ്ട് സാമൂതിരിപ്പാട് 3 ലക്ഷം വരണ സൈന്യത്തിനെ വള്ളുവനാട്ടിലേക്ക് അയക്കും. എല്ലാ തവണയും തോറ്റോടി തിരിച്ചു വരും വള്ളുവനാട്ടിൽ നിന്ന്. ഒരു ദിവസം സാമൂതിരിക്ക് തോന്നി, ഇത് കണ്ടുപിടിക്കണത് എന്താ രഹസ്യം? എൻ്റെ ഈ പോണ സൈന്യം മുഴുവൻ ഇങ്ങനെ പഴം അരിയണ മാതിരി അരിഞ്ഞു പോകണം, ഇത് ആരാ അരിയണത് എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അങ്ങാടിപ്പുറത്തിൻ്റെ അപ്പുറത്ത് വേഷപ്രച്ഛന്നനായിട്ട് നിന്നു അത്ര സൈന്യം വരുന്ന സമയത്ത്. കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ചുവന്ന പട്ടിട്ടിട്ടൊരു കറുത്ത പെണ്ണ് നിന്നിട്ട് ചെത്തി വിടണം ഓരോരുത്തരുടെ തല ഇവരുടെ മുന്നിൽ നിന്നിട്ട്. അപ്പം മനസ്സിലായി, അമ്മേ നീയാണല്ലേ ഈ ചതി ചെയ്യണത് എന്നോട് ചോദിച്ചു. തിരുമാന്താംകുന്നിൽ അമ്മയിരുന്നത്. അദ്ദേഹം വേഷം മാറി വന്ന് 6 മാസക്കാലം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തപസ്സിരുന്നു. ഭഗവതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ വരം വേണ്ട വെച്ച് പറഞ്ഞു, നീ ഇനിമേൽ എന്നെ ആക്രമിക്കരുത്, മാത്രമല്ല എൻ്റെ കൂടെ വരും വേണം പറഞ്ഞു. അമ്മ പറഞ്ഞു, അത് കഠിനമാണ്, എന്നെ ഇങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഏയ് അങ്ങനെയില്ല, ഞാൻ നിൻ്റെ ഭക്തനാണ്, ഞാൻ വിളിച്ചാൽ നീ വരണം, നീ എനിക്ക് വാക്ക് തന്നു കഴിഞ്ഞു. ശരി, നീ നടക്ക്, ചെലമ്പിൻ്റെ ശബ്ദം ഉണ്ടാവും, തിരിഞ്ഞു നോക്കരുത്. ചാലിയാർ പുഴയുടെ അവിടെ വരെയും ശബ്ദം കേട്ടു. ചാലിയാറിൻ്റെ അവിടെ എത്തിയപ്പോൾ ശബ്ദം നിന്നു. സാമൂതിരിക്ക് ടെൻഷനായി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ അവിടെ തന്നെയുണ്ട്. നിന്നോടല്ലടാ നോക്കരുതെന്ന് പറഞ്ഞു ഞാൻ, ഇനി ഞാൻ അങ്ങോട്ട് നടക്കില്ല എന്ന്. ഉടനെ തന്നെ വാളെടുത്തിട്ട് സ്വന്തം കഴുത്ത് വെട്ടാൻ പോയി.
ശരി ഞാൻ വന്നില്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലെ കാട്ടകവള ഊരിയിട്ട് ആകാശത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞു. ആ കാട്ടകവള ആകാശത്ത് ഒരാഴ്ചക്കാലം കിടന്ന് കറങ്ങി. ആ കറങ്ങിയ സ്ഥലമാണ് കോഴിക്കോട്ടെ ആഴ്ചവട്ടം. ആ വള പോയി വീണ സ്ഥലത്താണ് തിരുവിളയനാട്. തിരുവളയനാട് ഭഗവതി. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ തിരുളങ്ങാട്ടമ്മ, തിരുവിളയനാടമ്മ എന്ന് പറഞ്ഞ് ഈ സാമൂതിരിയുടെ ആക്രമണമായിട്ട് അതേ ഭഗവതി പാലക്കാട് ഭാഗത്തേക്ക് വന്നതാണ്. അപ്പോൾ അതേപോലെ ഈ രാജാവിനെ അമ്മ സഹായിച്ചു. പറഞ്ഞു വന്നപ്പോൾ 2 കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ രാജാവിനെ സഹായിച്ചു. അതിനുശേഷം ആക്രമണങ്ങൾ വന്നു. ചിട്ട തെറ്റാണ്ട് ഓരോ തവണ ആക്രമണം വരുമ്പോഴും ഉടവാള് കൊണ്ട് ഭഗവതിയുടെ മുന്നിലേക്കും അമ്മയെ നിന്റെ ഉടവാള് നീ തന്നെ രക്ഷിക്കണം പറയും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശത്രുക്കളൊന്നും ഇല്ലാണ്ടായി. ശത്രുക്കൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നവും പ്രാരബ്ധവും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമ്മയെ വേണ്ട. ആരെങ്കിലും അമ്പലത്തിൽ വരുമോ? ഞാൻ തമാശയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നിങ്ങൾ ചീട്ടാക്കുന്ന പായസം ഭഗവതി എടുത്ത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരെങ്കിലും ചീട്ടാക്കുമോ? ഏതെങ്കിലും ജീവനക്കാരനുണ്ടാവുമോ? അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെയൊക്കെ ആഗ്രഹം അമ്മ കഴിക്കരുതെന്നാണ്. ഭഗവാൻ കഴിക്കരുത്. നെന്മേനി ഇല്ലാത്ത ഉള്ളിയെ പിടിച്ച് അടിച്ച കഥ കേട്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെടുത്ത് കഴിച്ചു പോയി. അതുകൊണ്ട് ഈശ്വരൻ പ്രത്യക്ഷത്തിൽ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ അപകടമാണ്. കാര്യസാധ്യമില്ലെങ്കിൽ ഈശ്വരങ്കലേക്ക് പോവില്ല 99% ആൾക്കാരും. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ ശരത് ഹരിദാസൻ ഇവിടെ വ്യാസപീഠത്തിൽ ഇരുന്നിട്ട് തത്വം പറയല്ല, ഞാൻ കൂടപ്പുറപ്പുകളായിട്ടുള്ള നിങ്ങളോട് നമ്മുടെ കാര്യം വട്ടത്തിലിരുന്നിട്ട് ഒരു നാട്ടുവർത്തമാനം പറഞ്ഞ മാതിരി പറയണമെന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ അവസ്ഥ ഇതാണ്. നമ്മൾ പോവില്ല നമ്മുടെ അടുത്ത്. നമ്മുടെ എല്ലാ സുഖമാണെങ്കിൽ നമ്മൾ അമ്മയെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ സൗഖ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ അമ്മയെ മറന്നു. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പോട്ടുന്ന തന്നെ വടക്കുന്നൊരു പട വന്നു. അവരങ്ങോട്ട് ചീറി കയറി അങ്ങോട്ട് വന്നപ്പോൾ രാജാവിന് അപ്പോഴേക്കും കുറേ കാലം കഴിഞ്ഞല്ലോ ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട്. അമ്മയും മറന്നിട്ടുണ്ടായിരുന്നു, കോൺഫിഡൻസും കൂടിയിരിക്കുന്ന സമയമാണ്. വാളും എടുത്ത് നേരെ യുദ്ധത്തിന് പോയി. പോയതേ ഓർമ്മയുള്ളൂ, ഒരാൾ പോലും ബാക്കിയില്ലാണ്ട് രാജാവ് അവസാനം വെട്ടും കുത്തും കൊണ്ട് എങ്ങനെയൊക്കെയോ ജീവൻ ആ കുതിരയുടെ മിടുക്കൊണ്ട് രക്ഷപ്പെട്ട് ഈ കാത്യായനി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. ഉരുണ്ട് പെരണ്ട് ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി വീണിട്ട് പറ, അമ്മേ ഈ ചതി ചെയ്തല്ലോ, നീ എവിടെയായിരുന്നു? എൻ്റെ രാജ്യം എനിക്ക് നഷ്ടപ്പെട്ടു, നീ എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത്? ഞാൻ നിൻ്റെ ഭക്തനല്ലേ എന്ന് അപ്പ ചോദിച്ചു. പ്രശ്നം വന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അതുവരെ ഓർമ്മ വന്നില്ല. ആ സമയത്ത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ സങ്കടത്തോട് കൂടിയിട്ട്, മക്കൾ മറന്നാലും പെറ്റമ്മ മറക്കില്ല, എന്നാലും ആ അമ്മ പറഞ്ഞു അത്ര അകത്തിരുന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ എന്നാപ്പാ കളഞ്ഞത്? നീയല്ലേ എന്നെ കളഞ്ഞത് ചോദിച്ചു അത്ര. ഞാൻ നിന്നെ എന്നാ കളഞ്ഞത്? നീയല്ലേ എന്നെ കളഞ്ഞത്. അതിലൊരു വലിയ തത്വമുണ്ട്. ഈശ്വര സ്മരണയോടുകൂടി കർമ്മം ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാവുള്ളൂ. അനുഗ്രഹം എന്നും ഉണ്ടാവും, പക്ഷേ ആ സ്മരണയോടുകൂടി ചെയ്യണം. അല്ലാണ്ട് ഈശ്വരൻ വന്ന് 1 2 3 എന്ന് പറഞ്ഞിട്ട് മാജിക് കാണിച്ച് ജീവിതം മാറ്റിത്തരില്ല. ആ ശക്തിയെ ഉപയോഗിക്കാൻ അറിയണം. അതിനാ ശക്തിയെക്കുറിച്ച് ബോധം നമുക്കുണ്ടാവണം. ഞാൻ സകല ശക്തികളും ഉള്ളിൽ തന്നെ ഉള്ള ആളാണ്, ഞാൻ മോശപ്പെട്ട ആളല്ല. എൻ്റെ പ്രഭാഷണങ്ങൾ സ്ഥിരം കേൾക്കണവർക്കറിയാം, ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറയാറുണ്ട്, ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ സംഭവമാണ് എന്നുള്ള അഹങ്കാരം മാത്രമല്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയണതും ഈഗോണ്. ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് പറഞ്ഞേക്കാട്ടിലും അപകടമാണ് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്ത. അഹങ്കരിച്ചോണ്ട് പിന്നെയും കുഴപ്പമില്ല. ഇതാണ് മനുഷ്യനെ ഏറ്റവും നശിപ്പിക്കുക, പ്രത്യേകിച്ച് ആധ്യാത്മികതയിൽ. ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അമിത അഹങ്കാരം ഉണ്ടാവില്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള പ്രശ്നവും വരില്ല, ഒരു ബാലൻസ് ഉണ്ടാവും. അതുകൊണ്ട് ആ ദേവി പറയുക, നിന്റെ വിജയത്തിൻ്റെ പടവാള് എന്നും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നീയാണത് മറന്നത്. അതെടുത്ത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഭഗവാൻ അമ്മ നമ്മുടെ മുന്നിലൊരു സദ്യ വിളമ്പി വെച്ച് തന്നിരിക്കുന്നു, എടുത്ത് കഴിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളായിട്ടാണെങ്കിലും, നമ്മുടെ ഭക്തിയാണെങ്കിലും, നമ്മുടെ കുടുംബങ്ങളിൽ ആരോഗ്യമാണെങ്കിലും, നമ്മുടെ സമ്പത്താണെങ്കിലും, നമ്മുടെ സന്തോഷമാണെങ്കിലും, എന്തിന് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പോലും ആണെങ്കിലും നമ്മുടെ കർമ്മഫലങ്ങൾ തീർക്കുകയാണ് അത്രയും പെട്ടെന്ന് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതും നല്ലതാണ്.
ഇത് മുഴുവൻ അമ്മ വിളമ്പിത്തരണ സദ്യയായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നും നവരാത്രി ആയിരിക്കും. ഈ 9 ദിവസം മാത്രമല്ല. അതുകൊണ്ട് ഈ 9 ദിവസം ശക്തിയെ തിരിച്ചറിയാൻ നമ്മൾ ബോധപൂർവം ഒരു ശ്രമം നടത്തുമ്പോൾ ബാക്കി നമുക്ക് 355 ദിവസം ഈ പവറിൽ ഓടാൻ പറ്റും. അതിനുള്ള സാധനാകാലമാണ്. തീവ്ര സാധനയൊക്കെ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ വാരാഹിയെ പോലുള്ള ഉപാസനകളൊക്കെ, കഠിനോപാസനകളൊക്കെ ചെയ്യുന്നവർക്ക് വേറെ ഒരു നവരാത്രി ഉണ്ട്. അതിന് ഗുപ്ത നവരാത്രി എന്ന് പറയും. അത് രഹസ്യ നവരാത്രിയാണ്. അത് തന്ത്രം പഠിക്കുന്നവർക്കുള്ളതാണ്. കേരളത്തിലെ തന്ത്രമല്ല ഞാൻ പറയണത്, ഭാരതത്തിലെ വിശാലാർത്ഥത്തിലുള്ള തന്ത്രം. അപ്പോൾ നമ്മളിതിന്ന് പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ എല്ലാ കഴിവുകളുമാണ് ആ രാജാവിൻ്റെ ആ ഉടവാൾ പ്രതിനിധീകരിക്കണം. ആ കഴിവുകളെ നമ്മൾ അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ, അമ്മയുടെ സ്മരണയോട് കൂടിയിട്ട് ആ വാളെടുത്തിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ യുദ്ധങ്ങൾ പടവെട്ടുമ്പോൾ അവിടെ ധർമ്മം ഉണ്ടാവും. കാരണം ആ വാള് ധർമ്മത്തിൻ്റെയാണ്. അതാണ് സനാതനധർമ്മം പഠിപ്പിച്ചത്. സത്യത്തെ അന്വേഷിക്കാനും സത്യത്തിനോട് ചേർന്ന് നിൽക്കാനുമാണ് സനാതനധർമ്മം പഠിപ്പിച്ചത്. ഈ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് സനാതനധർമ്മം ഒരിക്കലും ഒരു രാഷ്ട്രീയ ചിന്തയുടെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആൾക്കാരുടെയോ അതും അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ജീവിച്ചിരുന്നവരുടെയോ ഒന്നും കുത്തകയൊന്നുമല്ല. സത്യത്തെ ആരന്വേഷിക്കുന്നോ അവൻ സനാതനധർമ്മത്തിൻ്റെ പാതയിലാണ്. ദേവി അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രപഞ്ചത്തിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പ്രകൃതിയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. പ്രകൃതിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പഠിക്കണതിൻ്റെ മുകളിൽ ഒരു പാഠവും നമ്മൾ വേറെ എവിടെയും പഠിക്കുന്നില്ല. ക്ഷേത്രത്തിൽ വന്നിട്ട് വെറുതെ നേരം കളഞ്ഞിട്ട് സംസാരിച്ച് കുറേ പരാതി അങ്ങോട്ട് അമ്മയുടെ മേലേക്ക് ഇട്ട് കൊടുക്കണതിന് പകരം രാവിലെ പുറത്തിറങ്ങി പറമ്പിലിറങ്ങി നടന്ന് കിളികളെയും മരങ്ങളെയും കൃഷിയും കാര്യങ്ങളും നോക്കിയിരുന്ന നമ്മുടെ ഒരു പൂർവികരുണ്ട്. അമ്മയെ അറിഞ്ഞിടത്തോളം അവർക്ക് വേറെ ഒന്നിനും നേരമില്ല. അവർ പണിയെടുക്കുകയായിരുന്നു. എന്നാലും അവരെന്ത് ചെയ്യും? ആ അറിവിൻ്റെ മഹത്വത്തിൽ നിന്നുകൊണ്ട് ദേവിയുടെ ചൈതന്യം തിരിച്ചറിഞ്ഞിട്ട് ഓരോ പാടത്തും പറമ്പിലും ഒരു കല്ലായിട്ടും ഒക്കെ വെച്ചതാണ് ഇന്നിങ്ങനത്തെ ക്ഷേത്രങ്ങളായിട്ട് മാറിയത്. അധ്വാനിക്കണവൻ്റെ കയ്യിൽ തന്നെയായിരുന്നു എന്നും ധർമ്മം. കസേരപ്പുറത്തിരുന്നിട്ട് വേദാന്തം പറഞ്ഞവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മഹർഷിമാരൊക്കെ കൃഷിക്കാരും ചെരുപ്പ് കുത്തികളും മരപ്പണിക്കാരും കൊല്ലന്മാരും ഒക്കെ ആയിരുന്നു. നമ്മുടെ മഹർഷിമാരുടെയൊക്കെ പ്രൊഫഷണൽ പാമ്പാട്ടിയായിരുന്നു. സിദ്ധംബരും പാമ്പാട്ടിയായിരുന്നാണ്. ഇറച്ചി വെട്ടുകാരൻ വ്യാധൻ, ഇറച്ചിവെട്ടുകാരൻ ആയിട്ടുള്ള ആള് വേദാന്തം പറഞ്ഞത് മഹാഭാരതത്തിൽ കാണും. വ്യാധഗീത എന്ന് പറയും. അപ്പോൾ അതെവിടുന്നാണ് സംഭവിച്ചത്? പ്രകൃതിയെ കണ്ട് പഠിച്ചുകൊണ്ടാണ്. പ്രകൃതിയിൽ വൈവിധ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മ എന്ന് പറഞ്ഞാൽ വൈവിധ്യമാണ്. ഒന്നുപോലെയൊന്നുമില്ല. ഒരൊറ്റക്കല്ല് വാർത്തിട്ടുള്ള ഇന്ന ദേവതയെ മാത്രമേ ഉപാസിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൽ ചേരില്ല. കാരണം സനാതനധർമ്മം പ്രകൃതിയുടെ ഉപാസനയെന്ന് സത്യത്തെ തിരിച്ചറിയണം. വ്യത്യസ്തങ്ങളായിട്ട് കാണുന്നതിൻ്റെ അകത്ത് ഏകമാത്രമായിട്ടൊരു വസ്തു ഉണ്ട്. എന്തിന്? ബ്രാഹ്മണൻ ഇടണ പൂണൂല് പോലും എന്താ ഇടുന്നവർക്ക് പോലും അറിയില്ല എന്തിനാണ് ഇടണത്. സകല വസ്തുക്കളുടെ ഉള്ളിൽ ഒരു ചരട് പോലെ ബ്രഹ്മം കോർത്ത് കിടക്കണു. ഈ ബോധം ഒരു നൂല് പോലെ എല്ലാറ്റിനെയും കോർത്തിരിക്കണമെന്നുള്ള പ്രതീകമായിട്ടാണ് യജ്ഞസൂത്രം ഈ പൂണൂല് എന്ന് പറയുന്നത് ഇടണത്. അതിട്ടില്ലെങ്കിലും ആ ബോധം വേണം. ഇട്ടാലും ബോധം ഇല്ലെങ്കിൽ കാര്യമില്ല. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും വ്യത്യസ്തമായിട്ടിരിക്കുന്ന പ്രകൃതിയെ മനസ്സിലാക്കാനുള്ള 9 ദിവസമാണ് നവരാത്രി എന്ന് പറയുന്നത്. നമ്മൾ പല കാലങ്ങളായിട്ട് അമ്മയുടെ മുന്നിലിരിക്കുന്ന ആ ധർമ്മത്തിൻ്റെ വാളിനെ എടുത്തുയർത്താൻ മടി പിടിച്ചിട്ടോ സിദ്ധാന്തം പറഞ്ഞിട്ടോ ബുദ്ധിജീവികളായതുകൊണ്ടോ നാണക്കേട് വിചാരിച്ചിട്ടോ ഒന്നും ചെയ്തിരുന്നില്ല. നമ്മൾ അമ്മയെ സന്തോഷിപ്പിച്ചിരുത്തുന്നുണ്ട്. പക്ഷെ അമ്മ പഠിപ്പിച്ച എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ പകർത്തുണ്ടോ? ഗുരുവായൂരപ്പനെ 24 മണിക്കൂറും വിളിക്കുന്നുണ്ട്. ഗീതയിൽ പറഞ്ഞ ഒരു കാര്യമെങ്കിലും ജീവിതത്തിൽ പകർത്തുണ്ടോ? ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കേ എൻ്റെ വില അറിയുള്ളൂ. അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവും.
ക്ലാസ്സിൽ 100 മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ടാവും, പക്ഷെ തലതെറിച്ച് നടക്കണ പിള്ളേരും ഉണ്ടാവും, ഏറ്റവും പിൻബെഞ്ചിൽ ഇരുന്നിട്ട്. എന്നാലും ഒരു ടീച്ചർ ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആ പരമവികൃതിയായിട്ടുള്ള ഒരു കുട്ടി അത് വൃത്തിയായിട്ട് ചെയ്താൽ അന്ന് ആ ടീച്ചർ വീട്ടിലുള്ളവർ പറയും, കാര്യം അവൻ മഹാവികൃതിയാണെങ്കിലും ഞാൻ പറഞ്ഞത് വൃത്തിയായിട്ട് ചെയ്തു. ആ കുട്ടിയെ ഈ ടീച്ചർ ജീവിതത്തിൽ മറക്കില്ല. ഇതുപോലെ 100,000 തവണ ജപിക്കുമ്പോഴും ഒരു പ്രാവശ്യം ഭഗവാനും അമ്മയും പഠിപ്പിച്ചത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കി കാണിച്ച അമ്മ നിങ്ങളെ പിന്നെ മറക്കില്ല. നിങ്ങൾ 100,000 ജന്മത്തിൽ മറന്നാലും ആ അമ്മയ്ക്കറിയാം അത് നിങ്ങളാണ്. നിങ്ങളൊരു ബാക്ടീരിയ ആയിട്ട് ജനിച്ചാലും കൊതുകായിട്ട് ജനിച്ചാലും മനുഷ്യനായിട്ട് ജനിച്ചാലും അമ്മയ്ക്ക് നമ്മളെ അറിയാം, നമ്മളാരാണ്. നമ്മുടെ വിചാരമാണ് ഇതാ ഇപ്പം ഈ വേഷത്തിലിരിക്കണം ഞാനാണ് ഞാൻ എന്ന്. അമ്മയ്ക്കറിയാം, അത് പ്രസവിച്ചാണല്ലോ നമ്മളൊക്കെ. ഇതെന്തായിരുന്നു, ഇപ്പം ഏതാണ്, ഇനി എന്താവും, ഇതൊക്കെ അറിയണ ആളാണ്. അപ്പം ഈ ബോധത്തോട് കൂടിയിട്ട് വേണം ആ ദേവിയെ സമീപിക്കാൻ. നമ്മൾ പരാജയം അനുഭവിക്കുമ്പോഴും നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ നിരാശരാകുമ്പോഴും മറക്കരുത്, ഈ ധർമ്മത്തിൻ്റെ വാൾ നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുള്ളതാണ്. ഈ രാജാവ് മറന്നതാരി മറക്കരുത്. ഞാനിപ്പോൾ കൂടുതൽ വിസ്തരിച്ചു പോവാത്തത് ഇത് സ്വയം ചിന്തിക്കാൻ വേണ്ട, നവരാത്രി ചിന്തിക്കാനുള്ള കാലമാണ്. നമ്മുടെ ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസും എല്ലാ ആയുധങ്ങളെയും ദേവിയാണെന്നുള്ള സങ്കല്പത്തോടു കൂടി നമ്മുടെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളെ അടക്കം ദേവിയായി കണ്ട് പൂജ കഴിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നിട്ടാണ് അത് പറയണത്. ഞാൻ നമ്മളെ നിലനിർത്തുന്ന എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ആദരപൂർവം നമസ്കരിക്കുക. അത് 9 ദിവസം മാത്രം ചെയ്യേണ്ടതല്ല. അപ്പം നമ്മൾ തന്നെ പലരും കാർ എടുക്കുമ്പോൾ ഒന്ന് സ്റ്റിയറിംഗ് തൊട്ട് തലേ വെച്ചിട്ട് വണ്ടി എടുക്കും. എന്താ അത്? ഈ ആയുധ പൂജയുടെ ഒരു ചെറിയ രൂപമാണത്. വാഹന പൂജയുടെ ഒരു ചെറിയ രൂപമാണ്. ഒരു പണിയായുധം കയ്യിലെടുക്കുമ്പോൾ, ഒരു ടെസ്റ്റർ കയ്യിലെടുക്കുമ്പോൾ, ഒരു സ്ക്രൂ ഡ്രൈവർ കയ്യിലെടുക്കുമ്പോൾ നമ്മളൊന്ന് തൊട്ട് തലേ വെച്ചിട്ട് എടുക്കണം. എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും പ്ലംബിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടുതലേ വെച്ചിട്ടും പൈപ്പിനെ തൊട്ടുതലേ വെച്ചിട്ട് പൈപ്പ് നേരാക്കാൻ പോകുന്ന ഒരാൾ ഇപ്പോഴും കൽപ്പാത്തിയിൽ വരാറുണ്ട്. അത് കാണുമ്പോൾ പുച്ഛിച്ച് ചിരിക്കാൻ എളുപ്പമാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ദേവന. ഞങ്ങൾ സിനിമാക്കാർ ക്യാമറ തൊട്ടുതലേ വയ്ക്കും, അതിന് കർപ്പൂരം കാണിക്കും, സായിപ്പ് കണ്ടാൽ ചിരിക്കും. ഇതെന്താ, ഇതൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമല്ലേ. പക്ഷെ നമ്മുടെ സംസ്കാരം, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് കഞ്ഞി തരുന്നതാണ്, നമ്മുടെ ഭക്ഷണം തരുന്നതാണ്. ഒരു കല എന്ന നിലയ്ക്ക് മാത്രമല്ല, അന്നം തരുന്നതിനെ എന്തിനേയും നമസ്കരിക്കാൻ പഠിപ്പിച്ച ഒരു സംസ്കാരം നമുക്കുണ്ട്. അതിന് കാരണം ദേവിയോടുള്ള നമ്മുടെ വിധേയത്വവും നന്ദി പ്രകടനമാണ്. ദേവി എന്ന് പറഞ്ഞാൽ പട്ടും വളയും ധരിച്ചിട്ട് വാള് പിടിച്ചിട്ട് ഇരിക്കുന്ന ഒരാൾ മാത്രമല്ല. ഈ കാണായ സമസ്ത പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാണാനുണ്ടോ നമ്മുടെ ശരീരമടക്കം അതവളാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്നത് ശിവനുമാണ്, ഇതിനെ ചേർത്ത് നിർത്തുന്നത് വിഷ്ണുവാണ്. വിഷ്ണു ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ഈ നിമിഷം നമ്മളൊക്കെ മരിച്ചു വീഴും. അതുകൊണ്ടാണ് വിഷ്ണുവിനെ സ്ഥിതികാരകൻ എന്ന് പറയുന്നത്. ഈ ശരീരം പുഷ്ടിപ്പെടുത്തി ഇരുത്തേണ്ടത് അമ്മയോടുള്ള പൂജയാണ്. അവന് ശരീരത്തിനെ അബ്യൂസ് ചെയ്യരുത്. അതിന് ഔഷധങ്ങൾ കൊണ്ടും ശരിയായിട്ടുള്ള ഭക്ഷണക്രമം കൊണ്ടും നിലനിർത്തണം. ദുഷിച്ച പദാർത്ഥങ്ങൾ കൊണ്ട് അത് നശിപ്പിക്കരുതെന്ന് പറഞ്ഞാണ്. ദേവിയുടെ യഥാർത്ഥ പൂജ സ്വന്തം ശരീരത്തിനെ അബ്യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. അത് ചെയ്യാത്തവൻ എന്ത് ദേവപൂജ ചെയ്തിട്ടും ദേവിയെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ ശരീരത്തിനെ മാനിക്കാത്തവൻ, മറ്റുള്ളവൻ്റെ ശരീരത്തിനെ മാനിക്കാത്തവന് ഈശ്വരപൂജയിൽ പ്രത്യേകിച്ച് ദേവിയുടെ പ്രീതി ഉണ്ടാവില്ല. തന്ത്രം എന്ന് പറഞ്ഞതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? ശരീരം കൊണ്ട് മറുകര കിടക്കുക എന്നാണ്. തനുവാൽ ത്രായത, തനുകൊണ്ട് ശരീരം കൊണ്ട് മറുകര കിടക്കുക, അതാണ് തന്ത്രം. അതിൻ്റെ അതിദേവത അമ്മയാണ്. അപ്പോൾ ഈ ധർമ്മത്തിൻ്റെ വാള് അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളത് മറക്കാണ്ടിരിക്കുക. അമ്മ എപ്പോഴും നമ്മളോട് പറഞ്ഞത്, നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ല, നിങ്ങളാണ് എന്നെ കൈവിട്ടിട്ടുള്ളത്. നിങ്ങളെന്നെ മറക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ കൈവിടുന്നു. ഈശ്വരനുമായിട്ട് ഉള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മരണയിൽ അത് ഉറയ്ക്കുന്നുള്ളതാണ്. മനുഷ്യനങ്ങനെയല്ല. ഞാൻ നിങ്ങളെ എപ്പോഴും ഓർക്കാറുണ്ട്, എന്താ അപ്പോൾ ഓർത്തിട്ട് കാര്യം, എന്നെ ഒന്ന് വന്ന് കാണാറില്ലല്ലോ പറഞ്ഞിട്ട് നമ്മൾ പരിഭവം പറയും. ഭഗവാന്റെ അമ്മയുടെയും കാര്യത്തിൽ അങ്ങനെയല്ല. ഒന്ന് ഓർത്താൽ മതി. പിതൃക്കൾക്കും അങ്ങനെയാണ്, ഒന്ന് ഓർത്താൽ മതി. അതിനാണ് ശ്രാദ്ധം നടത്തുന്നത്. അതുകൊണ്ട് ഓർമ്മ ഉണ്ടായിരിക്കുക, സ്മരണ ഉണ്ടാവുക എന്ന് നമ്മൾ തമാശയായിട്ട് പോലും പറയും. ആ സ്മരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് നിരന്തരമാക്കി കഴിഞ്ഞാൽ ആ ദേവിയുടെ ചൈതന്യത്തെ നമുക്ക് നിത്യേന എന്നുള്ളൊരു മാജിക്ക് പോലെ അനുഭവിക്കാൻ പറ്റും. അമ്മയെ കൂടെ കൊണ്ടു നടക്കുന്നവർക്ക്, ഭഗവാനെ കൂടെ കൊണ്ടു നടക്കുന്നവർക്ക് അനുഭവമായിരിക്കും അത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല.
ജീവിതത്തിൽ വഴിമുട്ടി നിന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്ന് ഇടപെട്ടിട്ടുള്ളത്. അതെങ്ങനെയാണ് ഇടപെടണം? ആ ചൈതന്യം എവിടുന്നാണ് വരണം? അകത്തുനിന്നാണ് വരണത്. അതൊരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നല്ല. നിങ്ങൾ കൊടുക്കുന്ന ചൈതന്യം അമ്മയ്ക്കും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുമാണ്. നിങ്ങൾ എത്ര പേരധികം വന്ന് തൊഴണോ അത്രയും ചൈതന്യം വർദ്ധിക്കും. അതിനാണ് ഉത്സവങ്ങൾ നടത്തണം. നമ്മൾ ഉത്സവം നടത്തുന്നത് ഗാനമേള നടത്താനല്ല. ഉത്സവം നടത്തുന്നത് അമ്മയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുക. ഉത്സവം, ചൈതന്യം വർദ്ധിച്ച് പുറത്തേക്ക് ഒഴുകുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അത് ഒഴുക്കാനാണ് ഉത്സവം നടത്തുന്നത്. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ് ക്ഷേത്രപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ. കൊടുക്കൽ വാങ്ങല. നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, അവിടെ നിങ്ങളും വരുന്നുണ്ട്. എത്ര പേരധികം വന്ന് തൊഴണോ അത്രയും ചൈതന്യം. ആ ചൈതന്യം കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം. അത് ഈ ധർമ്മത്തിൻ്റെ കണ്ണു കൂടെ നമ്മൾ കാണാൻ പഠിച്ചാലുണ്ടല്ലോ, നമ്മുടെയൊക്കെ ജീവിതം എത്രയോ ഗംഭീരമായി തീരും. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇയാൾ നല്ല സമാധാനമായിട്ട് ഇരുന്നിട്ട് ഇത്രയും പ്രാരബ്ധത്തിലുള്ള ഞങ്ങളോട് വന്നിട്ട് ഇതൊക്കെ പറയുകയാണെന്ന്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, തമാശയായിട്ട് പറയാറുണ്ട്. ഞാനൊരു കാഷായ വേഷം ധരിച്ചിട്ടിരിക്കുന്ന ആളാണെങ്കിൽ ഞാനിവിടെ വന്നിരുന്ന് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയാം, സ്വാമി നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്, പക്ഷെ ഞങ്ങളുടെ പ്രാരബ്ധം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ, ഇതൊക്കെ പ്രാവർത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ് പറയും. പക്ഷേ എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാട്ടിലും കൂടുതൽ പ്രാരബ്ധമുള്ള ഒരാളാണ്. അതെൻ്റെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. എൻ്റെ അച്ഛൻ്റെ ആരോഗ്യാവസ്ഥ പല 72 മണിക്കൂർ 24 മണിക്കൂറിൽ ഉണ്ടാക്കിയിട്ട് ഓടേണ്ട അവസ്ഥയുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എപ്പോഴും പറയും, എനിക്കത് ചെയ്യാൻ പറ്റേണ്ടതെന്നുണ്ടെങ്കിൽ കുറെ കൂടെ അയഞ്ഞ ചിട്ടയായിട്ട് ജീവിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? എനിക്ക് ഉറങ്ങാൻ പോലും പല ദിവസവും പറ്റാറില്ല, സമയം കിട്ടാറില്ല. അതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് പറ്റായ്മയല്ല, അമ്മ എപ്പോഴും നമ്മുടെ അടുത്തുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് മുട്ടുകുത്തി കളിക്കുമ്പോഴും വാതിലിൻ്റെ പുറകിൽ അമ്മ നിൽക്കും. അതെങ്ങനെ തന്നെ കണ്ടുപിടിക്കുമോ അതേമാതിരി നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള സിദ്ധി നമ്മുടെ അടുത്തുണ്ട്. പെറ്റമ്മ വാതിലിൻ്റെ പുറകിൽ നിന്നാലും മുട്ടുകുത്തിയിട്ട് കുട്ടി തപ്പിപ്പോയിട്ട് ഇങ്ങനെ നോക്കും, അമ്മ പുറകിൽ നിൽക്കണ കണ്ടുപിടിക്കും. ഇതുപോലെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള കഴിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. നമ്മൾ ശ്രമിക്കായ മാത്രമാണ്. അത് ശ്രമിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് അമ്മയെ കിട്ടും. അതുകൊണ്ട് ഉറപ്പിച്ചോ കൂടപ്പുറപ്പുകളെ, അമ്മ നമ്മളെ കളഞ്ഞിട്ടില്ല, നമ്മളാണ് അമ്മയെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും. ഞാൻ ഗുരുവായൂരപ്പൻ്റെ നിരന്തര സ്മരണ എന്ന് പറഞ്ഞിട്ട് സ്ഥിരം പറയാറുള്ളത്, അമ്മയ്ക്കാണെങ്കിലും മഹാദേവനാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടമൂർത്തി ആരോ ആയിക്കോട്ടെ, ഗുരുവായൂരപ്പൻ തന്നെ ആവണമെന്നില്ലല്ലോ, അമ്മയാവാം, അമ്മ തന്നെ ആവണമെന്നില്ല, ചാത്തസ്വാമി ആവാം, ഇനി ചാത്തസ്വാമി തന്നെ ആവണമെന്നില്ല, ഗണപതി ഭഗവാനാവാം, ഗണപതി ഭഗവാൻ ആവണമെന്നില്ല, മുരുകനാവാം, ആരും ആയിക്കോട്ടെ, ആ ദേവതയെ നിരന്തരമായിട്ട് സ്മരിക്കുക. ചെയ്യണ സകല പ്രവൃത്തിയിൽ രാവിലെ എണീച്ചൊരു കപ്പ് ചായ ഉണ്ടാക്കണം മുൽക്ക് ആ ദേവതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുക. വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കണോ അടുപ്പിൽ തീ കൂട്ടണോ ചിന്തിക്കണ്ട. അപ്പോൾ സ്നേഹത്തോടെയുള്ള ദിവ്യതയുള്ള ഭക്ഷണം ഉണ്ടാവും. പ്രാവിപ്പൊലിച്ചിട്ട് ഭക്ഷണം കൊടുക്കേണ്ടി വരില്ല. എന്തിലും ഈശ്വരനെ മിക്സ് ചെയ്യുക. ഒരു കല്യാണത്തിന് മുമ്പോ നന്നായി വസ്ത്രം ധരിക്കുമ്പോൾ അതിലൊന്നും ഒരു വിഷമവും വിചാരിക്കരുത്. ഈ ശരീരം ഭഗവാൻ തന്നിട്ടുള്ളതാണ്. ഇതിനെ നന്നായിട്ട് തന്നെ കൊണ്ടു നടക്കണം, അതിനെ അലങ്കരിച്ച് തന്നെ കൊണ്ടു നടക്കണം. അത് ഭഗവാന് വേണ്ടിയിട്ടാണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ട് വസ്ത്രം ധരിക്കുക, അണിഞ്ഞൊരുങ്ങുക, ഇതൊക്കെ ചെയ്യണം. നമ്മൾ ഗൃഹസ്ഥർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇതൊന്നും വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, നിങ്ങൾ മെഴ്സിഡീസ് ബെൻസ് ഡ്രൈവ് ചെയ്തോ, നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടൽ താമസിച്ചോ, നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ഉണ്ടായാൽ മതി. അത് മാത്രമേ ഭഗവാൻ നോക്കുന്നുള്ളൂ. ഭഗവാനിൽ സോഷ്യലിസം പറയേണ്ട ആവശ്യമില്ല. അവിടെ ദരിദ്രനെ ഭഗവാനെ കിട്ടുള്ളൂ എന്നുള്ള മണ്ടത്തരം ഒന്നും പ്രചരിപ്പിക്കരുത്. അതും ഇതുമായിട്ട് പുലബന്ധമില്ല. യഥാർത്ഥ സമ്പന്നൻ യഥാർത്ഥ ദരിദ്രൻ ആരാണെന്ന് ഭഗവാൻ അറിയാം. ഉള്ളതുകൊണ്ട് തൃപ്തിയുള്ളവനാണ് സമ്പന്നൻ. എത്ര കിട്ടിയിട്ടും തൃപ്തിയില്ലാത്തവൻ ദരിദ്രനാണ് ഭഗവാന്റെ കണ്ണിൽ. അപ്പൊ ദേവി സകല സമ്പത്തിൻ്റെയും പ്രതീകമാണ്. ദൈവീ സമ്പത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. ആ സമ്പത്ത് നമ്മളെ നഷ്ടപ്പെടുത്തിയിട്ടില്ല, നമ്മളാണ് അതിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ വാള്, ദേവിയുടെ പള്ളിവാള് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓരോ നവരാത്രി കാലത്തും നമ്മളത് എടുത്തു ഉയർത്തണം. ആ മണിനാഥമാണ് അത് ഓർമ്മിപ്പിക്കണം. അമ്മ പറയണം അത് സത്യമാണ് എന്ന് പറഞ്ഞു തരികയാണ്. ദേവിയുടെ പള്ളിവാള് 9 ദിവസവും നമ്മൾ കയ്യിൽ പിടിച്ച് വരുന്ന ഒരു വർഷം, അടുത്ത നവരാത്രി വരെയുള്ള നമ്മുടെ ജീവിത യുദ്ധം നമുക്ക് ജയിക്കാൻ വേണ്ട ശക്തി തരാൻ വേണ്ടിയിട്ടാണ്. അതിന് അമ്മ 9 രാത്രി നമുക്ക് തന്നിരിക്കുന്നു. 9 രാത്രിയിൽ അമ്മ 9 രൂപങ്ങൾ തന്നിരിക്കുന്നു. നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞു പോവാം. ഒന്നാമത്തെ ദിവസം, ഇന്നിപ്പോൾ 3-ാം ദിവസമായി, ഒന്നാമത്തെ ദിവസം ശൈലപുത്രി എന്ന് പറയും. ദേവിയുടെ പല രൂപങ്ങളുണ്ട്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ എന്ന് ചന്ദ്രകണ്ഠയാണ്. അതിൽ ശൈലപുത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പർവ്വതത്തിൻ്റെ മകളാണ്. പർവ്വതത്തിൻ്റെ മകള് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ ബാലികേറാമലകളെ ഒക്കെ കയറി ഇറങ്ങിയവളാണ്.
അവളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ അവളെ പെറ്റ അച്ഛൻ്റെ തന്നെയാണ്. അവൾക്ക് അതുകൊണ്ട് സ്വന്തം വീടാണ്. പ്രശ്നങ്ങൾ അവളെ തളർത്തുന്നില്ല. അവളാണ് വെറും 9 വയസ്സിൽ പെരുവിരലൊരു സൂചിയിൽ ഊന്നി നിന്നിട്ട് ചുറ്റും അഗ്നി വളർത്തി മോളിൽ കത്തിജ്വലിക്കണ സൂര്യനെ പിടിച്ച് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കൈ മേലോട്ട് ഉയർത്തി വൃക്ഷാസനത്തിൽ നിന്നിട്ട് മഹാദേവനെ ഭർത്താവായി കിട്ടാൻ തപസ് ചെയ്തത്. ആ ഉമ, ആ ശൈലപുത്രി, ആ ശ്രീപാർവതി, ആ ദേവിയുടെ ദിവസമായിരുന്നു 1ാമത്തെ ദിവസം. ആ അമ്മ നമ്മളെ പഠിപ്പിക്കണ എന്താ? പർവ്വതത്തിനെ പോലെ അചലമായിരിക്കുക. അചലം, അനങ്ങാപാറ. ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാനും, അതീവൺ അബദ്ധമായാൽ പോലും അത് എൻ്റെ മാത്രം തെറ്റാണെന്ന് പറയാനുള്ള നട്ടലും ഉണ്ടാവുക എന്നുള്ളതാണ്. വിജയം വന്നാൽ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുകയും തോൽവി വന്നാൽ അത് തൻ്റെ മാത്രമാണെന്ന് പറയുന്നവരാണ് മഹാപുരുഷനും യഥാർത്ഥ നേതാവ് എന്ന് പറയുക. അതിൻ്റെ 1ാമത്തെ എക്സാമ്പിൾ സാക്ഷാൽ ശ്രീപാർവതിയാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ശൈലപുത്രി. അന്നത്തെ ദിവസം ശുദ്ധിയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ദിവസമാണ്. അപ്പോൾ ആ ദിവസം നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഇനി വരുന്ന ഒരു വർഷക്കാലത്തേക്ക് എൻ്റെ മനസ്സിലും ശരീരത്തിലും വാക്കിലും ശുദ്ധി ഉണ്ടാവണം. ഈ 3 ശുദ്ധിയെ മനുഷ്യന് വേണ്ടു. തൃക്കാരണ ശുദ്ധി എന്ന് സംസ്കൃതത്തിൽ പറയും. മനോവാക് കായങ്ങൾ, മനസ്സ്, വാക്ക്, കായം, ശരീരം. ഇത് 3 നമുക്കുള്ളൂ സ്വന്തമായിട്ട്. സ്വന്തം വെച്ചാൽ ഇത് വാടകയ്ക്ക് തന്നിട്ടുള്ള, ഇത് വാടകയ്ക്ക് തന്നിട്ടില്ല. ഇത് കുറച്ച് കഴിഞ്ഞാൽ കത്തി പോവും, പഞ്ചഭൂതങ്ങളിലേക്ക് പോവും, വീണ്ടും തിരിച്ച് വേറെ എന്തെങ്കിലും രൂപത്തിൽ വരും. അപ്പോൾ വെറും വാടകയ്ക്ക് തന്നിട്ടുള്ളതാണ്. ആ ഉള്ള കാലത്ത് ഇത് ശുദ്ധാക്കി വയ്ക്കുക ആവുന്ന പോലെ. ഈ 3 ശുദ്ധിക്കും വേണ്ടിയിട്ട് വരുന്ന വർഷം മുഴുവൻ ഈ ശുദ്ധി ഉണ്ടാവണേ അമ്മേ എന്നാണ് 1ാമത്തെ ദിവസത്തെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയും ഇതിൻ്റെ ആചരണവും ഇല്ലാണ്ട് എന്ത് സ്തോത്രം ചൊല്ലിയിട്ട് കാര്യമില്ല. ഇതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ സ്തോത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളിന്ന് പണിയായുധങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നൊരു കാലമാണ്. ഞാൻ ആയുധപൂജയായിട്ട് ബന്ധപ്പെടുത്തിയല്ല പറയണത്. നിങ്ങളൊരു കറി ഉണ്ടാക്കണം, ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സാമ്പാർ നന്നായി, എന്തോ അനുഗ്രഹം കൊണ്ട് സാമ്പാർ വെച്ചത് നല്ല ടേസ്റ്റ്. സാമ്പാർ ഉണ്ടാക്കിയ കയ്യിൽ പറയാണ് തവി, എൻ്റെ മിടുക്കൊണ്ടാണ് സാമ്പാർ നന്നായത്. അപ്പോൾ അടുപ്പ് പറഞ്ഞ അല്ലല്ല, എന്നിൽ വെച്ചത് കൊണ്ടാണ് സാമ്പാർ നന്നായത്. അപ്പോൾ പൊടി പറയണേ അല്ലല്ല, എൻ്റെ കൂട്ടുള്ളതുകൊണ്ടാണ് സാമ്പാർ നന്നായത്. ഇതുപോലെയാണ് ഇന്ന് ഓരോ ഭക്തിപ്രസ്ഥാനങ്ങൾ. ഞങ്ങളുടെ ദൈവം മാത്രം ശരി, ഈ രീതി മാത്രം ശരി, ജപിക്കുകയാണ് വേണ്ടത്, ഹോമം ചെയ്യേണ്ട, ഹോമമാണ് ചെയ്യേണ്ടത്, അല്ല അഭിഷേകമാണ് വേണ്ടത് വേറൊരു വിഭാഗം. ഇങ്ങനെ ഉപകരണങ്ങളിലും ചടങ്ങുകളിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞു നമ്മുടെ ധർമ്മം. ചടങ്ങുകൾ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ അന്തസ്സത്ത എന്താണെന്ന് മനസ്സിലാക്കണം നമ്മളാദ്യം. എന്നിട്ടല്ലേ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുട്ടികൾ അമ്പലത്തിൽ വരുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയണം. നമുക്കറിയാണ്ട് ഇത് പുറത്തറിയില്ല. നമ്മളാണ് ഇന്നത്തെ തലമുറ, ഇപ്പോൾ ഈ ധർമ്മം കൊണ്ടു നടക്കുന്ന തലമുറ. നമ്മളാണ് ഈ അടുത്ത തലമുറയ്ക്ക് വേണ്ട പടവട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവിതം വെച്ചിട്ട്. ഇത് നിൽക്കണമെങ്കിൽ നമ്മളിതറിയണം. അത് ലളിതമായിട്ടറിയാം, തത്വത്തിലറിയാം. അപ്പോൾ മനസ്സിലാവും എന്തിനാണ് ഒരു കലശം കഴിപ്പിക്കണേ, എന്തിനാണ് ഈ പൂജ നടത്തണത്, എന്താ കാളിക്ക് കടുംമധുര പായസം, എന്തുകൊണ്ടാണ് കൃഷ്ണന് കടും പായസം ഇല്ലാത്തത്. ആരെങ്കിലും അന്വേഷിക്കണ്ടേ? എന്താ അന്വേഷിക്കാത്തത്? അന്വേഷിക്കൂ. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ശർക്കര എത്ര ഇഷ്ടമായത്? എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ദേവിക്ക് അട നേദിക്കും, ചില സ്ഥലങ്ങളിൽ നേദിക്കില്ല, ചില സ്ഥലത്ത് വേവിക്കാത്ത അട നേദിക്കും. കാട്ടാമ്പാൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ വേവിക്കാത്ത അടയാണ്. ചിലർ കഴിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് വേവിച്ച് കഴിക്കും. ശരിക്കും അങ്ങനെ കഴിക്കാൻ പാടില്ല. കാരണം ഒരിക്കൽ സമർപ്പിച്ചതിന് ഒരിക്കലും പിന്നെ ചൂടാക്കരുത്. അഭിഷേകം കഴിഞ്ഞ് നെയ്യ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ദോശയ്ക്ക് ചൂടാക്കിയിട്ട് ചേർത്ത് കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായി? അല്ല, ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, അതൊക്കെ സത്യമാണ്. അതൊക്കെ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം ചില സ്ഥലങ്ങളിൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ പറയുമ്പോൾ എനിക്ക് പ്രതികരണം കൃത്യം കിട്ടി. എനിക്ക് ഇവിടുന്ന് ഒന്നും കിട്ടുന്നില്ല. കുട്ടികൾ മാത്രമേ ഈ ശബ്ദമേ ഉള്ളൂ, വേറെ പ്രതികരണം. എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കഥകളിയിൽ ഒരു ഷോക്ക് നളനങ്ങട് ദമയന്തി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നിപ്പുണ്ട് അല്ലേ? അതുമാതിരി ആ മരവിപ്പ് എന്നൊക്കെ നമ്മൾ ഉണരണം. ഉണർത്താനാണ്. അത്ര ചൈതന്യവതിയായിട്ടുള്ളൊരു ഭഗവതിയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പം ആ ശൈലപുത്രി നമ്മളെ നിശ്ചയദാർഢ്യം പഠിപ്പിക്കണു, ശുദ്ധി പഠിപ്പിക്കണു.
ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. എല്ലാത്തരം പുറത്തുള്ള നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്ന കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ ജീവിതത്തിൽ എന്താണോ പ്രധാനം അതിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഡിസ്ട്രാക്ഷൻസ് നിന്ന് മനസ്സിനെ മാറ്റുക. ഞാൻ എല്ലാ സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞാണ്, ഭക്തി ഉണ്ടാക്കാൻ നോക്കണ്ട. നിങ്ങളും ചെയ്യേണ്ട, കുട്ടികളിലും ശ്രദ്ധ ഉണ്ടാക്കാൻ നോക്കണം. ശ്രദ്ധ ഉണ്ടായാലേ ഭക്തി വരുള്ളൂ. ശ്രദ്ധയില്ലാത്ത ഭക്തി വേസ്റ്റാണ്, നിൽക്കില്ല, അത് നഷ്ടപ്പെടുകയുള്ളൂ. രാമായണം അതിൻ്റെ കഥയാണ്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. ബ്രഹ്മത്തിൻ്റെ ചിന്ത ഒരാളുടെ മനസ്സിൽ ഈശ്വരചിന്ത ഉണ്ടാവണേനെ നമുക്ക് ശ്രീരാമൻ്റെ ജനനമാണെന്ന് ഉപമിക്കാം. ശ്രീരാമൻ്റെ ജനനത്തിൻ്റെ അർത്ഥം എന്താ? ഒരാളുടെ മനസ്സിൽ ദശരഥൻ 10 ദിക്കിലേക്കും തേരോടിക്കുന്നവൻ്റെ 10 പ്രാണങ്ങളെയും കൊണ്ട് ജീവിക്കുന്നവൻ, മനുഷ്യൻ ശരീരം, അതാണ് ദശരഥൻ. 10 പ്രാണങ്ങൾ, ദശപ്രാണങ്ങൾ, പ്രാണാപാന വ്യാന, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ളതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ കഴിക്കണതും വിസർജിക്കണതും നമുക്ക് ജീവനോടിരിക്കാൻ പറ്റും, ഹൃദയം ഇടിക്കണതും, ഇതൊക്കെ ഈ 10 പ്രാണങ്ങൾ കൊണ്ടാണ്. ഈ 10 പ്രാണങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നവൻ, അല്ലെങ്കിൽ അതുകൊണ്ട് നിലനിൽക്കുന്നവൻ ദശരഥൻ. അവനിൽ ഈശ്വരചിന്ത ഉണ്ടായി. ബ്രഹ്മശബ്ദമാണ്. രാമൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മെന്നാണ്. ആ ചിന്ത ഉണ്ടായി വിത്തിൻ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ അപ്പുറത്ത് ലക്ഷ്മണൻ എന്ന് പറയുന്ന ശ്രദ്ധ ജനിച്ചു. ലക്ഷ്മണൻ ശ്രദ്ധയാണ്. രാമൻ എവിടെയുണ്ട് അവിടെ ലക്ഷ്മണൻ ഉണ്ടാവും. ഈശ്വരൻ എവിടെയുണ്ട് അവിടെ ശ്രദ്ധയുണ്ടാവും. സീത ഭക്തിയാണ്. നമ്മൾ പറയും ഹനുമാനല്ലേ ഭക്തി. അല്ല, ഹനുമാൻ മനസ്സാ. കുരങ്ങിൻ്റെ സ്വഭാവമുള്ള സ്വന്തം ശക്തി എന്താണെന്ന് ഈശ്വരനെ കാണുന്നത് വരെ അറിയാതെ വഴിതെറ്റി നടക്കണം, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ചിന്തിക്കുന്ന മനസ്സാണത്. അത് കാലങ്ങൾ കഴിയണം വരാൻ. പക്ഷേ ഈ ഭക്തി എപ്പോഴാണ് വരണത്? 12 കൊല്ലക്കാലം രാമൻ ഭൂമണ്ഡലത്തിൽ ജീവിച്ചതിന് ശേഷം അപ്പോഴൊക്കെ ശ്രദ്ധ കൂടിയുണ്ട്. ലക്ഷ്മണൻ ജനിച്ചപ്പോൾ തൊട്ട് ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരൻ്റെ സ്മരണ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം സീതാസ്വയംവരം നടക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ത്രയംബകം എടുത്തിട്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ ഏതൊരു സാധകനും. ഇനി ഭക്തി മാത്രം മതി, ശ്രദ്ധയുടെ ആവശ്യമില്ല എന്ന് പറയലാണ്. മാരീചൻ്റെ പുറകിൽ ശ്രീരാമൻ പോയപ്പോൾ സീത പറഞ്ഞു, നീ എന്നെ ആഗ്രഹിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്, നിൻ്റെ ഏട്ടൻ പോയി ചത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പരുഷമായ വാക്കുകൾ പറഞ്ഞിട്ട് ആട്ടി ഓടിക്കും. ശ്രദ്ധയെ ഭക്തി ആട്ടി ഓടിച്ചു. ആട്ടി ഓടിച്ച നിമിഷം എന്ത് പറ്റി? ആസുരീക ശക്തികളുടെ കയ്യിൽ ഭക്തി വിട്ടുപോയി, തട്ടിക്കൊണ്ടുപോയി. പിന്നെ ഇതേ ശ്രദ്ധയും ഈ ഭഗവാന്റെ ചൈതന്യവും കൂടെ അന്വേഷിച്ച് നടന്ന് മനസ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് വേണം സീതയെ തിരിച്ചു കിട്ടാൻ, ഈ ഭക്തിയെ തിരിച്ചു കിട്ടാൻ. എത്ര പണിയെടുക്കേണ്ടി വന്നു പിന്നീട്. അതുകൊണ്ട് ശ്രദ്ധയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഭഗവാൻ പറയണു 3ഉം 4ഉം ചാപ്റ്റർ ഗീതയിൽ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ. ദേവി മഹാത്മ്യം പറയണു, യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ശ്രദ്ധയാണ് ഇമ്പോർട്ടൻസ്. ഒരാൾ അങ്ങോട്ട് പോയാൽ ഉടനെ എല്ലാവരുടെ തല അങ്ങോട്ട് തിരിഞ്ഞു. ഇതപ്പോൾ തന്നെ ഒരാൾ പോയി അങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ പറയുമ്പോൾ അത് സംഭവിക്കുക. ഒരു കുട്ടി ഓടിയാൽ ഇത്രയേ ഉള്ളൂ. ഇത് നിയന്ത്രിക്കാൻ പഠിക്കണവന് ഭഗവാനെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ആ ശ്രദ്ധയാകുന്ന ദേവിയെ ഉപാസിക്കാനുള്ള ദിവസമാണ് 1-ാം ദിവസം ശൈലപുത്രിയുടെ, 2-ാമത്തെ ദിവസം ബ്രഹ്മചാരിണിയാണ്. ആ ദേവി തപസ്സിൻ്റെ ദേവതയാണ്. എന്താ തപസ്? കർമ്മം കത്തിക്കലാണ് തപസ്. നമ്മൾ പറയില്ല, അയാളതൊരു തപസ് പോലെയാണ് ചെയ്തത്. എന്തിന്? സ്വന്തം വീട് പണിതായിരിക്കും. പക്ഷെ അയാൾ കഷ്ടപ്പെട്ടത് എത്രയാണെന്നറിയോ? ഒരു തപസ് പോലെ അയാൾ വീട് പണിതു. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അയാളുടെ ജീവിതം ഒരു തപസ് പോലെ കൊണ്ടുപോയി. ഇതൊക്കെ എന്താ ഭാഷയിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ആ പ്രയോഗങ്ങൾ വരാനുള്ള കാരണം? കർമ്മം കത്തിക്കുക എന്നാണ് തപസ്. അപ്പോൾ ചൂടുണ്ടാവും എന്നാണ് വെപ്പ്. ഏറ്റവും കർമ്മം കത്തിക്കുന്നത് പരമാത്മാവാണ്. അത് സാക്ഷാൽ മഹാദേവനാണ്, കനലാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയ്ക്ക് ചൂട്. വസ്ത്രങ്ങളേ ഇല്ല, ജലം ഇങ്ങനെ ഒഴിച്ച് തണുപ്പിച്ചുകൊണ്ടിരിക്കണം. കനലിൻ്റെ പുറത്ത് ചാരം മൂടിക്കിടക്കണ പോലെ വെളുന്നുണ്ടാവും ഭസ്മം. ഒന്ന് കുത്തി നോക്കിയാൽ കൈകൊള്ളും, അത്ര ചൂടാണ്. മനസ്സിലായി? ആ തപസ് സ്ത്രീരൂപമെടുത്താൽ തപശക്തി എന്നാ പറയുക നമ്മളല്ലേ. എന്താ പറയുക? തപശക്തി. അതാണ് ബ്രഹ്മചാരിണി. ആ ദേവി അച്ചടക്കമാണ്. അച്ചടക്കം കൊണ്ടേ തപസ് വരുള്ളൂ. കാരണം എന്താ? ആദ്യത്തെ ദിവസം ശ്രദ്ധ വേണമെന്ന് പ്രാർത്ഥിച്ചു. ഈ ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ അച്ചടക്കം വേണം, തപസ് വേണം. തപസ് എന്ന് പറഞ്ഞാൽ കാട്ടിപ്പോയിരിക്കുക, വീട്ടിലെ സകല ഉത്തരവാദിത്വം കളഞ്ഞിട്ടെന്നല്ല. ഇവിടെ ഇരുന്ന് സകല ചുമതലകളും നിറവേറ്റിയിട്ട് അത് മുഴുവൻ ഈശ്വരനായിട്ട് സമർപ്പിക്കാൻ സാധിക്കണം. അതാണ് കർമ്മയോഗം. ഗുരുവായൂരപ്പൻ അതാ പഠിപ്പിച്ചത് നമ്മളെ. അമ്മയെ ഇവിടെ ഇരുന്നിട്ട്, അമ്മയെ നിരാകരിക്കാണ്ട്, ശരീരം പിണ്ടം വെച്ചിട്ട് കാഷായം കൊടുത്തിട്ട്
എനിക്ക് ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട് കിട്ടണ സന്യാസത്തിനെ ഭഗവാൻ കളിയാക്കുന്നുണ്ട്. സാഖ്യം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. 2ാമത്തെ ചാപ്റ്ററിൽ എന്താ കൃഷ്ണൻ പഠിപ്പിക്കണം? അമ്മയെ നിരാകരിക്കരുത്. അമ്മയാണ് ഈ ശരീരം, ഈ ജീവിതം അമ്മയാണ്. ഇതിനെ നേരിട്ടുകൊണ്ട് അതിൻ്റെ തത്വം മനസ്സിലാക്കി ജീവിക്കുക. അതുകൊണ്ട് നമ്മൾ ഗൃഹസ്ഥർക്കാ ശരിക്ക് ശക്തി കൂടുതൽ. നമ്മളാണ് ധർമ്മത്തിനെ കൊണ്ടു നടക്കുന്നത്. നമ്മുടെ കയ്യിലാ ധർമ്മം ഇരിക്കണത്. നമ്മളത് സത്യം അത് ആചരിക്കാത്തിടത്തോളം കാലം ഒരു കാര്യമില്ല. ആ ദേവി ബ്രഹ്മചാരിണി ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തു എന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ. നമ്മളിന്ന് പ്രത്യേകിച്ച് ആധുനിക കാലത്തെ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ അടിച്ചു പഠിപ്പിക്കാനും നിയന്ത്രിക്കാനും നമുക്കൊരു സംഘടനയോ ഒരു ചട്ടവട്ടോ ഇല്ല. നമ്മളെ ആരും ഊരി വിലക്കില്ല. ഒരു ദിവസം അമ്പലത്തിൽ വന്നില്ല പറഞ്ഞിട്ട് നിങ്ങളാരും ആ വീട്ടിലെ കല്യാണത്തിന് പോകാണ്ടിരിക്കില്ല, ഒരു മരണം നടന്നാൽ പോകാണ്ടിരിക്കില്ല. ഈ സ്വാതന്ത്ര്യത്തിനെ എളുതരാക്കി എടുത്തു. പാലക്കാട് ഭാഷയെ പറഞ്ഞ അസൽ എളുതരാക്കി എടുത്താണ് നമ്മുടെയൊക്കെ തോന്നിയവാസം. നമ്മുടെ കഴുത്തിനാരും പിടിക്കണില്ല. ദിവസം രാവിലെ എണീച്ച് വന്ന് ഗീത പഠിച്ചോളണം, ദേവിമഹാത്മ്യം പഠിച്ചോളണം എന്ന് ആരും പറയണില്ല. അതിൻ്റെ അഹങ്കാരമാണ് നമുക്ക്. ബ്രഹ്മചാരിണി നമ്മളോട് പറയണു, ചിട്ടയുണ്ടാക്കുക. കുറഞ്ഞത് കുറച്ച് നേരമെങ്കിലും ഒന്ന് ജപിക്കുക, എന്തെങ്കിലും ഒരു ശ്ലോകം പഠിക്കുക, ഒന്നുമില്ലെങ്കിലും പഠിച്ചതിനെങ്കിലും ഒന്ന് ഓർക്കുക. സ്വാധ്യായം എന്ന് പറയും. അശരണരായിട്ടുള്ളവരെ ഈശ്വര സ്വരൂപമാണെന്ന് വിചാരിച്ചിട്ട് അവനവനാവുന്ന എന്തെങ്കിലും ഒരു സേവ ചെയ്യുക, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ വന്നൊന്ന് അടിച്ചു വാരിയെങ്കിലും ചെയ്യുക. അല്ലാതെ സപ്താഹം നടക്കുമ്പോൾ കറക്റ്റ് 11:30 മണി 12 മണിയാകുമ്പോൾ സെറ്റ് മുണ്ട് കൊടുത്ത് ഷർട്ട് ഇട്ടിട്ട് ഊണ് കഴിക്കാൻ മാത്രം വരലല്ല ക്ഷേത്രത്തിലെ സംസ്കാരത്തിൽ പങ്കുകൊള്ളുക. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറില്ല, അങ്ങനെയുള്ള ആൾ ഈ ചീട്ടാക്കുന്നവൻ്റെ കർമ്മഫലം വീട്ടിൽ കൊണ്ടുപോകും. കുറച്ച് നേരമെങ്കിലും വന്ന് സത്സംഗത്തിൽ പങ്കുകൊള്ളുക, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ശ്രമദാനം ചെയ്യാതെ അവിടുത്തെ ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾ ആരാണോ ആ അന്നദാനത്തിന് പൈസ ചീട്ടാക്കിയിട്ടുള്ള അയാളുടെ കർമ്മഫലം വീട്ടിൽ കൊണ്ടുപോകും. ഗുരുവായൂരപ്പൻ ഈ ചെറുനട്ടൂരി അമ്മ സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞു, ആ കർമ്മഫലം വീട്ടിൽ കൊണ്ടുപോകരുത്. ആ കർമ്മഫലം വീട്ടിൽ കൊണ്ടുപോകാതിരിക്കണേ എന്ത് ചെയ്യണം? അത് പ്രസാദമാവണമെങ്കിൽ എന്ത് ചെയ്യണം? അന്നദാനം അല്ല ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്, പ്രസാദം ഊട്ടണം. അന്നദാനം എന്ന് പറയണമെങ്കിൽ വീട്ടിൽ ഒരു നേരത്തെ അരി പോലും വെക്കാൻ വകുപ്പില്ലാത്തവന് കൊടുക്കലാണ് അന്നദാനം. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനില്ലാത്തവന് കൊടുക്കലാണ് അന്നദാനം. അല്ലാത്ത പ്രസാദൂട്ടിന് റെസ്പോൺസിബിലിറ്റി കൂടും. കാരണം അപ്പോഴേ നമ്മൾ അമ്മയെ ആദരിച്ചിട്ട് ആ അന്നത്തെ കഴിക്കുന്നുള്ളൂ. അതാണ് സേവയിൽ വരുന്നത്, തപസ്. നമ്മൾ എത്ര സുഖമായിട്ടിരിക്കുമ്പോഴും എന്തെങ്കിലും 9 ദിവസമെങ്കിൽ 9 ദിവസം എന്തെങ്കിലും സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സുഖസൗകര്യത്തെ വേണ്ട വയ്ക്കുക. ശബരിമലയ്ക്ക് മാലയിടുമ്പോൾ പണ്ടൊക്കെ വെറും നിലത്താണ് കിടക്കുക, കാലിൽ ചെരിപ്പിടാണ്ടാണ് ക്ഷേത്രത്തിലേക്ക് വരിക. കാരണം ശനിപ്രീതിക്ക് വിശേഷമാണ് നിങ്ങൾ മാലയിട്ടാലും ഇല്ലെങ്കിലും വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് ചെരുപ്പിടാതെ വരുന്നത്. ഇന്നത്തെ കാലത്ത് വരുമ്പോൾ പക്ഷെ സൂക്ഷിക്കണം, കാരണം നമ്മുടെ നാടാണ്, റോട്ടിൽ എന്താ കിടക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും പറ്റണത്ര ദൂരം നഗ്നപാതരായിട്ട് വരണം എന്നാണ് നിയമം പണ്ട്. അത് ശനിപ്രീതിക്ക് വളരെ വിശേഷമാണ്. അപ്പോൾ ബ്രഹ്മചാരിണി നമ്മളെ അച്ചടക്കവും തപസ്സും പഠിപ്പിക്കുന്നു. പിന്നെ പറയുന്നു ചന്ദ്രകണ്ഠ ശക്തിയാണ്, ധൈര്യമാണ്. പക്ഷെ ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുത്തരം കണ്ടോണ്ടനെ പിടിച്ചിട്ട് എന്താ നോക്കണം എന്നിട്ട് അടിക്കാൻ പോവുക, അതല്ല ധൈര്യം. നമ്മുടെ നാട്ടിലങ്ങനെ പൂരപ്പറമ്പ് ഉത്സവം നടക്കണോടെ അങ്ങനെയാണ് അടി തുടങ്ങുക. ഒരുത്തം വെറുതെ നോക്കി, നീ എന്താ എന്നെ നോക്കിയത്, പിന്നെ അടിയാ, അങ്ങനെയാണ് അടി തുടങ്ങുക. ഭീരുത്വത്തിൻ്റെ ഹൈറ്റാണത്. യഥാർത്ഥ ധീരൻ ശാന്തതയുടെ ഹൈറ്റായിരിക്കുന്ന പറയുക. മഹാദേവനൊരു പേരുണ്ട്, ഹരിതാത്മനെ എന്ന് വിളിക്കും. എന്താ വാക്കിൻ്റെ അർത്ഥം? പച്ച നിറമുള്ളവനെ എന്നല്ല അർത്ഥം, ശാന്തതയുടെ ഹൈറ്റാണെന്നാണ് പറയുന്നത്. നമ്മൾ മഹാദേവനെ ഭയങ്കര ക്ഷിപ്രകോപിയായിട്ടാണ് പറയുക, പക്ഷേ ശാന്തതയുടെ ഹൈറ്റായിട്ടാണ് ഭഗവാനെ പറയണത്. ശാന്തതയുടെ പാരമ്യത്തിലാണ് ഏറ്റവും വലിയ ധീരനിരിക്കുക. അവൻ അനങ്ങില്ല, അവൻ ശാന്തനായിട്ടിരിക്കും. ശാന്തം, ശബ്ദം കൊണ്ട് മംഗളം, അതിൻ്റെ ഉച്ചകോടി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളത്തിൻ്റെ ഉച്ചകോടി. ആ ഉച്ചകോടിയായിട്ടുള്ള അവസ്ഥയിലിരിക്കുക, പരമധൈര്യത്തിലിരിക്കുക. അതുകൊണ്ട് കറേജ് വിത്ത് കാംനെസ് ആണ്, ശാന്തതയോടുകൂടിയിട്ടുള്ള ധീരത, ധൈര്യം. അത് അഭ്യാസം കൊണ്ടേ കിട്ടുള്ളൂ. കയറി ആക്രമിക്കുന്ന ധൈര്യം ആർക്കും ഉണ്ടാക്കാം, ശാന്തത കൊണ്ടുള്ള ധൈര്യം അത്ര എളുപ്പം വരില്ല. അത് എപ്പോഴാണ് വരിക? എന്നെ ഇത് തൊടില്ല, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ടിരിക്കണവന് മാത്രമേ സാധിക്കുള്ളൂ. അതിനാണ് ഉപാസനയുടെ ആവശ്യം.
അത് നമ്മളെ പഠിപ്പിക്കുന്നത് ചന്ദ്രഘണ്ഠയാണ്. ആ ദേവിയെ ഉപാസിച്ചാൽ നമ്മളെ ചുറ്റി നിൽക്കുന്ന സകല നെഗറ്റിവിറ്റി നഷ്ടപ്പെടും. എല്ലാ അവിചാര ദോഷങ്ങളോ കണ്ണേർ ദോഷമോ എന്തൊക്കെയാണ് നമ്മൾ നാട്ടിൻപുറത്ത് പറയുക, എല്ലാ ഊതിബാധകൾ മുഴുവൻ പോകും. ചന്ദ്രഘണ്ഠയെ ഉപാസിക്കണ മൂന്നാമത്തെ ദിവസം ഇന്നത്തെ ദിവസം. ഇത്തവണ നമുക്ക് തൃതീയയും ചതുർത്ഥിയിലും അത് മിക്സായിട്ട് വരണം. ഇത്തവണ 11 ദിവസമാണ് നവരാത്രി. ഞാനിത് കോമൺ ആയിട്ട് 10 ദിവസം വിജയദശമി അടക്കം വരണ കണക്കിനാണ് പറയണത്. അത് കഴിഞ്ഞാൽ അപ്പോൾ വേറൊരു ഗുണം കൂടിയുണ്ട്. ചന്ദ്രഘണ്ഠയുടെ ഉപാസന കൊണ്ട് കോപിക്കാണ്ട് നമുക്ക് യുദ്ധങ്ങൾ ചെയ്യാം. കോപിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ പലപ്പോഴും വെട്ടവിടുന്ന വരണതെന്ന് നമ്മൾ അറിയില്ല. കോപാന്തനായിരിക്കും നമ്മൾ. ശാന്തമായിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കണം. ശ്രദ്ധയോട് കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഫൈറ്റിംഗ് ചാലഞ്ചസ് നോട്ട് വിത്ത് ആങ്കർ ബട്ട് വിത്ത് ഫിയർലെസ് കാംനെസ് എന്ന് പറയും. ഭയമില്ലാത്ത ശാന്തത കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചന്ദ്രഘണ്ഠ നമ്മളെ പഠിപ്പിക്കണം. അമ്മ പഠിപ്പിക്കണം. മൂന്നാമത്തെ ദിവസത്തെ പ്രധാനത നോക്കൂ. ലളിതാ സഹസ്രനാമം ചെല്ലണ്ടാന്നോ ദേവിമാഹാത്മ്യം ചെല്ലണ്ടാന്നല്ല ഞാൻ പറഞ്ഞു. ഇതിൻ്റെ തിരിച്ചറിവോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഓരോ ദിവസവും ചെല്ലിയാൽ അത് എത്രമാത്രം പരിവർത്തനം നമ്മുടെ ഉള്ളിലുണ്ടാക്കും. നമ്മുടെ മക്കളിലേക്ക് നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു സാഹചര്യത്തിൻ്റെ മുന്നിൽ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു, അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരില്ല. അല്ലെങ്കിൽ ഒന്നും നടക്കണില്ല, ചെയ്യാവുന്നതൊക്കെ ചെയ്തു, കുറേ ഹോമം കഴിക്കലും പൂജ കഴിക്കലും അല്ല ഇതൊക്കെ ഇരിക്കുന്നത്. അവനവൻ്റെ അകത്താണ് സകല വിഗ്രഹങ്ങളും ഇരിക്കണമെന്നാണ് ഗണപതി പഠിപ്പിക്കുന്നത്. കൂടുതൽ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഗണേശപുരാണം മള്ളിയൂർ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് കിടപ്പുണ്ട്. എന്താണ് വിഘ്നം എന്നും എന്താ ഗണപതി എന്നും കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതറിഞ്ഞാൽ എന്തിനീ തേങ്ങ ഉടയ്ക്കണമെന്ന് മനസ്സിലാവും. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, അവനവൻ്റെ അഹങ്കാരത്തിനെയാണ് നമ്മൾ എറിഞ്ഞുടയ്ക്കണത്. അഹങ്കാരത്തിൻ്റെ പ്രതീകം സ്വന്തം തലയാണ്. സ്വന്തം തല എറിഞ്ഞ് എന്തായാലും പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തേങ്ങ ഒഴിഞ്ഞ് തേങ്ങ അടിക്കും. അതുകൊണ്ടാണ് ഈ എറിഞ്ഞുടച്ച തേങ്ങ അപ്പോഴേക്കും പോയിട്ട് പൂള് വെറുക്കരുതെന്ന് പറയണത്. അവനവൻ എറിഞ്ഞ് അവനവൻ വെറുക്കണ നാടാണ് നമ്മുടെ. ജമ്മത്ത് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ നവരാത്രി ആയത് ഞാൻ ഇത്തിരി ഹ്യൂമറിൻ്റെ ലൈൻ വിട്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ സീരിയസ് ആയിട്ട് പറയേണ്ട ഒരു ഇതാണ്. അമ്മയുടെ ഭാവം അങ്ങനെയാണ് ഇവിടെ. അപ്പം ചന്ദ്രഘണ്ഠ നമ്മളെ ഭീതിയില്ലാത്ത ശാന്തതയോട് കൂടിയിട്ട് ജീവിതയുദ്ധം ചെയ്യാൻ പഠിപ്പിക്കും. 4-ാമത്തെ ദിവസം കൂഷ്മാണ്ഡ എന്ന പേരോട് കൂടിയിട്ടുള്ള ശുദ്ധിയുടെ ദേവതയാണ്. അത് നമ്പൂതിരിമാരായിട്ടുള്ളവർക്കൊക്കെ അറിയാം. കൂഷ്മാണ്ഡ ഹോമം തന്നെ പറയും. പ്രായച്ചിത്താണ്. ശരിക്കും മഹാപാപങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പൂർവ്വജന്മത്തിൽ ഈ ജന്മത്തിലും ഒരു ഗതിയും പരഗതിയും ഉണ്ടാവാതെ കടന്ന് കഷ്ടപ്പെടുക, ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരിക. അനവധി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് ഒന്നും രക്ഷപ്പെടാതെ വരുമ്പോൾ കൂഷ്മാണ്ഡ ഹോമ വിധിക്കുക. കൂഷ്മാണ്ഡി ചെയ്യാൻ പറയും. ഈ കൂഷ്മാണ്ഡ എന്ന് പറയുന്ന ദേവി ഈ 9 അമ്മമാരിലും വെച്ച് ഏറ്റവും തേജസ്സുള്ളവൾ. അവൾ സൃഷ്ടിയുടെ തേജസ്സാണ്. കൂഷ്മാണ്ഡ ശബ്ദത്തിന് സംസ്കൃതത്തിൽ വേറൊരർത്ഥം കൂടിയുണ്ട്, കുമ്പളങ്ങ. നമുക്കറിയാം നമ്മുടെ നാടൻ രീതികളിൽ അമ്മയുടെ ആരാധനയിൽ കുമ്പളങ്ങയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട്. മനുഷ്യ ശരീരത്തിന് തുല്യം എന്നാ പറയുക. 10 ആനയ്ക്ക് അതിനൊരു ബലിയുടെ ഒരു ക്രമം പറയും. 1000 കോഴിക്ക് 100 ആട്, 100 ആടിന് 10 ആന, 10 ആനയ്ക്ക് ഒരു കുമ്പളങ്ങയോ ഒരു ചെറുനാരങ്ങയോ വന്നു ബലിക്ക് മതിയെന്ന. 1000 കോഴി അറക്കേണ്ട സ്ഥലത്ത് 100 ആടിനെ ഇറക്കാം, അല്ലെങ്കിൽ 100 ആടിനെ ഇറക്കേണ്ട അവിടെ 10 ആനയെ ഇറക്കാം, 10 ആന ഇറക്കേണ്ട അവിടെ ഒരു കുമ്പളങ്ങ ഇറത്താൽ മതി, അതല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ. അപ്പോൾ ചെറുനാരങ്ങയുടെയും കുമ്പളങ്ങയുടെയും പവർ നമ്മുടെ പ്രാചീന തന്ത്രത്തിൽ എത്രമാത്രം നമ്മുടെ കാരണവന്മാർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇന്നും തമിഴ്നാട്ടിൽ പോയാൽ നമുക്ക് കാണാം, കുമ്പളങ്ങ കെട്ടിത്തൂക്കിയിട്ടോ മുന്നിൽ സന്ധ്യയ്ക്ക് കൊണ്ടുപോയിട്ട് കർപ്പൂരം കത്തിച്ചോ ബലിയാണ്. കൽപ്പാത്തിയിൽ തേരിന് വരൂ, തേരിൻ്റെ ചക്രത്തിൻ്റെ അവിടെ വയ്ക്കും കുമ്പളങ്ങ. ഫസ്റ്റ് വലിക്കുമ്പോൾ കുമ്പളങ്ങ ഒരു ബലി കൊടുക്കുകയാണ്. കാരണം മനുഷ്യൻ മരിക്കാതിരിക്കാൻ അപകടം വന്നിട്ട്, അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ബലി കൊടുക്കും. കുമ്പളങ്ങയാണ് ബലിയായിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് പറഞ്ഞത് മാത്രം. ആ ദേവിയുടെ പുഞ്ചിരിയാണ് അത്ര പ്രപഞ്ചത്തിനെ ഉണ്ടാക്കണത്. അമ്മ ഒന്ന് ചിരിച്ചാൽ പ്രപഞ്ചങ്ങൾ ഉണ്ടായിന്ന്. ഇതുപോലെ ലക്ഷക്കണക്കിന് പ്രപഞ്ചങ്ങൾ അമ്മ ഒന്ന് ചിരിച്ചാൽ ഉണ്ടായി എന്നാ പറയുക. ആ ദേവിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ? ധർമ്മത്തിൻ്റെ ചിരി എല്ലാവരിലും പടർത്താൻ ശ്രമിക്കണം. ദുർമുഖം വെച്ചുകൊണ്ടിരിക്കരുത്. ചില ആൾക്കാരുണ്ട് നേരിട്ട് വരും, നമുക്ക് എല്ലാ കാലമായിട്ട് എത്രയോ കാലമായിട്ട് പരിചയമുള്ളവരായിരിക്കും. നമ്മൾ ചേട്ടാ അവർ ചിരിച്ച അങ്ങനെ നമ്മൾ പിന്നീട് നിങ്ങളെന്താ എന്നെ കണ്ട് ചിരിക്കേണ്ടത്? ഞാൻ ചിരിച്ചല്ലോ, പക്ഷെ മുഖത്ത് വരില്ല. ചിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ അവസ്ഥയിലാണ് നമ്മളൊക്കെ. എന്ത് വലിയ തമാശ പറഞ്ഞാലും അങ്ങനെ ഇരിക്കും.
നോക്കൂ, ചിരിക്കാനുള്ള കഴിവ്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള കഴിവ്, നന്നായി ഉറങ്ങാൻ സാധിക്കുക, ഇതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം. ഇത് നഷ്ടപ്പെടുത്തല്ലേ. നിങ്ങളത് ചെയ്യുമ്പോഴൊക്കെ അമ്മ സന്തോഷിക്കുന്നുണ്ട്. അത് സന്തോഷമില്ലാതെ ചെയ്തത് കൊണ്ടാണ് നിർമ്മലാനന്ദഗിരി മഹാരാജ് പറയും, സ്വാമിജി ഈ രോഗങ്ങളൊക്കെ വന്നത് നിങ്ങൾക്ക്. അത് ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടായിരുന്ന കാലത്ത്, നല്ല ശരീരവും ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് അതൊന്നും തൃപ്തിയായിട്ട് ചെയ്തില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഇല്ലാത്ത രോഗങ്ങളൊക്കെ വന്നു ഭവിച്ചു. നന്ദികേട് കാണിച്ചു ശരീരത്തിനോട്. കഴിക്കാൻ പറ്റുന്ന കാലത്ത് കഴിച്ചില്ല. ഏത് ശരീരത്തിന് വേണ്ടത്. മറ്റൊരാൾക്കൊരു ചിരി ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് ചിരിച്ചില്ല. ചിരിച്ചവനെ ചിരിക്കരുത് എന്ന് പറഞ്ഞു, അടിച്ചിരുത്തി. നന്നായി ഉറങ്ങുന്നവനെ പോയിട്ട് എന്താ കിടന്നുറങ്ങണം, എണീക്കുക, ഇവർ തല്ലി എണീപ്പിക്കുക. ഇങ്ങനെ ചെയ്ത് ഉറക്കങ്ങളെ, ഞാൻ പറഞ്ഞു രാവിലെ എണീച്ചിട്ട് 10 മണിയായിട്ട് കിടന്നുറങ്ങണ പിള്ളേരുടെ കാര്യമല്ല പറയണത്. ഇപ്പം നമ്മുടെയൊക്കെ മക്കൾ അങ്ങനെയാണ്. അവർ 4 മണി വരെ ഉണർന്നിരിക്കുന്നു അല്ലേ, നമ്മുടെ കാലഘട്ടം പോലെയല്ല. അപ്പോൾ അതല്ല പറഞ്ഞത്. ഒരാളുടെ ഉറക്കം, ഒരാളുടെ ഭക്ഷണം, ഒരാളുടെ ചിരി, ഇത് 3ഉം കെടുത്തരുത്. ഇത് ദേവിക്ക് വിരുദ്ധമായിട്ടാണ് പറയുന്നത്. അപ്പോൾ കൂഷ്മാണ്ഡയുടെ ചിരിയെക്കുറിച്ചാണ് അവിടെ പറയണത്. ധർമ്മത്തിനെ പ്രസരിപ്പിക്കുന്നത് ദേവിയുടെ സന്തോഷത്തിൽ കൂടെയാണ്. ഈ സന്തോഷം നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം ആൾക്കാർക്ക്. 5-ാമത്തെ ദിവസം സ്കന്ദമാതാവാണ്, സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ മാത്രമാണ് ഒരു മൂർത്തി മടിയിൽ വരുന്നത്. ഉണ്ണിയായിട്ടുള്ള സുബ്രഹ്മണ്യനെ മടിയിലെത്തി. സുബ്രഹ്മണ്യൻ ആരാ? പ്രപഞ്ചത്തിൻ്റെയും നമ്മുടെയും ഒക്കെ ഇച്ഛാശക്തിയാണ് സുബ്രഹ്മണ്യൻ. കുണ്ഡലിനിയുടെ മേലോട്ടുള്ള യാത്ര ഗണപതിയാണെങ്കിൽ, മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഭഗവാനുമായിട്ടുള്ള സദാശിവനുമായിട്ട് നമ്മുടെ സഹസ്രാരത്തെ സമ്മേളിച്ചിട്ട് തിരിച്ചു വരുന്ന അമൃതവർഷമാണ് സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് വേല് നമ്മുടെ നട്ടല്ല, ശിരസ് പോലെയാണ് വേലിൻ്റെ മോന നിൽക്കുക. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി. ഈ ഇച്ഛാശക്തി എന്താ? ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിളാണ്. പനി പിടിച്ച് വയ്യാണ്ട് കിടക്കുമ്പോൾ ഒന്ന് എണീച്ച് ബാത്റൂമിൽ പോകണം, പറ്റണില്ല, ആരുമില്ല സഹായിക്കാൻ, എന്നാലും കഷ്ടപ്പെട്ട് എണീച്ച് അവിടെ പോകുന്ന ആ ഒരു പോക്കുണ്ടല്ലോ, അപ്പം പറയും എൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ നമുക്കിത് ചിന്തിക്കാൻ പോലും അറിയില്ല. ഇത് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ആ ഇച്ഛാശക്തി കൊണ്ട് എന്താ ചെയ്യേണ്ടത്? വേറൊരാൾക്ക് ദ്രോഹം ഉണ്ടാക്കുകയല്ല വേണ്ടത്, ദയ, വേറൊരാൾക്ക് നന്മ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അവിടെ കമ്പാഷൻ, ദയാവായ്പോട് കൂടിയിട്ട്, കരുണയോട് കൂടിയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണേ അമ്മേ. ഈ കരുണ മറ്റുള്ളവരോട് മാത്രമല്ല, അവനവനോടും. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ നമ്മളെ സ്വയം ശപിക്കും. ഒരിക്കലും ചെയ്യരുത്, ശപിക്കരുത്. നമ്മുടെ പൂർവ്വകർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ട സത്യമാണ്. പക്ഷെ അവനവനെ ശപിച്ച് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ തളർത്തരുത്. അതുകൊണ്ട് ആദ്യം കരുണ കാണിക്കേണ്ടത് അവനവനോടാണെന്ന് അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്, നീ നിന്നോടാണ് ആദ്യം കരുണ കാണിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരണം. സ്വന്തം പുത്രനെ മടിയിലിരുത്തിയിട്ടിരിക്കുന്നു. അതിൽ അർത്ഥം എന്താ? ഞാൻ ആചരിക്കണ ധർമ്മം ഞാൻ എൻ്റെ അടുത്ത തലമുറയ്ക്കും കൂടെ പകർന്നു കൊടുക്കണമെന്ന് കാണിക്കാനാണ് ആ കുട്ടിയെ മടിയിലിരുത്തിയിരിക്കുന്നത്. സ്കന്ദമാത എന്ന് പറയണത് ഞാൻ ആചരിക്കണ ധർമ്മം എൻ്റെ കുഞ്ഞിനിക്ക്, എൻ്റെ അടുത്ത തലമുറയ്ക്കും കൂടെ ഞാൻ പകർന്നു കൊടുക്കണമെന്ന് കാണിക്കാൻ സുബ്രഹ്മണ്യ സ്വാമിയെ മടിയിലിരുത്തിയിരിക്കുന്നു. അതെങ്ങനെ? സ്നേഹത്തോട് കൂടിയിട്ട് ഒരു തൂവൽ പോലെ എൻ്റെ ധർമ്മം എൻ്റെ അടുത്ത തലമുറയ്ക്കൊരു ഭാരമല്ലാതെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ കുട്ടിയും അത് സന്തോഷത്തോടെയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മടിയിലിരുത്തിയിരിക്കുന്നു. 6-ാമത്തെ ദിവസം കാത്യായനിയാണ്. ഞാൻ നേരത്തെ കഥയെ പറഞ്ഞ് ധാർമ്മികമായിട്ടുള്ള ശക്തിയെ പഠിപ്പിക്കണം. ആ ദേവി യുദ്ധദേവതയാണ്, യുദ്ധങ്ങളുടെ അമ്മയാണ്. അത് കാത്യായനി നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന സത്യം, നമ്മുടെ ധർമ്മത്തിൻ്റെ ശക്തി, ഇതിനൊക്കെ വേണ്ടി വന്നാൽ വാളെടുക്കുക തന്നെ വേണം. അവിടെ എൻ്റെ കുടുംബം, എൻ്റെ കാര്യം മാത്രം നന്നായി മതി, എൻ്റെ പാർട്ടി, എൻ്റെ രാഷ്ട്രീയ വിശ്വാസം എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എന്തുറപ്പുണ്ട് വരുന്ന 20 കൊല്ലത്തിൽ ഈ ധർമ്മം മര്യാദയ്ക്ക് നിൽക്കുന്നത്? വരുന്ന 10 കൊല്ലത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള പദവികളിൽ ഇപ്പോഴും ഇരിക്കുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ പല ദേവസ്വം ബോർഡുകളുടെയും പ്രധാന ഓഫീസർമാരെ നിയമിക്കേണ്ട ഇൻ്റർവ്യൂ ബോർഡിൻ്റെ സബ്ജക്റ്റ് എക്സ്പെർട്ടായിട്ടും എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണതിൻ്റെ ചെയർമാനായിട്ടൊക്കെ ഇരിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ പറയണത്, നമ്മുടെ ക്ഷേത്രങ്ങൾ മഹാപകടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് അമ്പലങ്ങളും അതിന് രക്ഷപ്പെട്ടിട്ടില്ല. അത് മനസ്സിലാക്കേണ്ടത് അതാത് നാട്ടിലെ ദേശവാസികളുടെ ചുമതലയാണ്. അവിടെ ഒരു രാഷ്ട്രീയവും ചിന്തിച്ചേക്കരുത്. ധർമ്മം കയ്യിൽ നിന്ന് പോകും. ആ അവസ്ഥയിലായിക്കഴിഞ്ഞു. അത് ഈ സമയത്താണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് ധർമ്മത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ സംഘബലം, ധർമ്മത്തിൻ്റെ ബലം
കാണിച്ചു കൊടുക്കുക തന്നെ വേണം. അതാണ് കാത്യായനിയുടെ പൂജ. കാത്യായനെ പൂജിക്കണം. കാളിയാണ് നിങ്ങളുടെ അമ്മ. കാളിയോട് മര്യാദ കാണിക്കണമെങ്കിൽ യുദ്ധം ചെയ്താൽ കാണിക്കേണ്ടത്, കരഞ്ഞിട്ടല്ല. കാളിക്ക് കരച്ചിലിഷ്ടല്ല, അവൾക്ക് രക്തമാണ് വേണ്ടത്. അവൾ കണ്ണീര് ചോദിച്ചിട്ടില്ല, അവൾക്ക് രക്തമാണ് വേണ്ടത്. ഞാൻ പറയണത് നിങ്ങൾ സായുധ വിപ്ലവം നടത്തണം എന്നല്ല ഞാൻ പറയണത്. ഉശിരോട് കൂടിയിട്ട് ആണത്തം കാണിക്കേണ്ടവിടെ ആണത്തം കാണിക്കണം. സ്ത്രീ ആണെങ്കിലും എന്നാണ് അമ്മ കാണിച്ചത്. ഏറ്റവും വലിയ യുദ്ധദേവതയായിട്ട് പുരുഷൻ വണങ്ങുന്ന സ്ത്രീയാണ് അവള്. അപ്പോൾ ആ ശക്തി നമ്മുടെ അകത്തുണ്ടാവണം. ഏഴാമത്തെ നമ്മുടെ അതിരൗദ്ര രൂപമാണ് കാളരാത്രി എന്ന് പേരോട് കൂടിയിട്ട്. സമയമാകണ രാത്രി, കാളരാത്രി. ഏത് ദുരന്തത്തിലും ഏത് ഭയത്തിലും ഭയമില്ലാതിരിക്കുക, ഏത് ഇരുട്ടിലും ഭയപ്പെടാതിരിക്കുക. എത്ര മോശപ്പെട്ട കാലം വന്നു കഴിഞ്ഞാലും നമ്മളൊക്കെ അനശ്വരരായിട്ടുള്ള ആത്മശക്തിയാണെന്നുള്ള ബോധത്തോട് കൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറഞ്ഞ മാതിരി അമൃതസ്യ പുത്ര എന്ന് വിളിച്ചില്ലേ. അനശ്വരരാണ് നമ്മൾ. എന്ത് പ്രതിസന്ധി വന്നാലും അകത്തുള്ളതിന് ഒരിളക്കവും സംഭവിക്കുന്നില്ല എന്നാൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാളരാത്രി. അവൾ കണ്ടാ ഭയപ്പെടുത്തും. ഭയപ്പെടുന്നതിലും അറയ്ക്കുന്നതിലും പോലും ഈശ്വരനെ കാണാനാണ് തന്ത്രം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് തന്ത്രത്തിൽ എല്ലാ ദേവതകൾക്കും രൗദ്ര, ഭീവത്സ, പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ. കാലഭൈരവൻ അല്ലേ, ഭദ്രകാളി എന്നൊക്കെ നമ്മൾ കണ്ടാൽ പേടിക്കുക. പക്ഷെ ആ പേടിയുടെ രൂപത്തിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുകയാണ്. എത്ര ഉയർന്ന ചിന്തയാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് തന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഏറ്റവും അഗ്ലിയസ്റ്റിൽ, ഏറ്റവും വേഴ്സ്റ്റിൽ, ഏറ്റവും ടെറിഫയിങ് ആയിട്ടുള്ളതിൽ, ഏറ്റവും ഭയപ്പെടുത്തുന്നതിൽ, ഏറ്റവും അറപ്പുളവാക്കുന്നതിൽ ഈശ്വരീയത കാണാൻ പഠിപ്പിക്കലാണ് തന്ത്രം പഠിപ്പിക്കുന്നത്. കാളരാത്രി അതിൻ്റെ എക്സാമ്പിളാണ്. നമ്മുടെ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൻ്റെ ഇരുട്ട് ഭീകരമാണ്. ഒന്ന് ഭൗതികത, പിന്നെ പുറത്തുനിന്നുള്ള പരിഹാസം. നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെ നമ്മളെ പരിഹസിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ഉത്തരവില്ല നമുക്ക്. അവരെന്നിട്ട് നമ്മളെ പരിഹസിക്കണം. നമ്മൾ തന്നെ കൺഫ്യൂസ്ഡാണ്. നമുക്ക് ഭയം മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയമുണ്ട്. കാലം എങ്ങനെയാണ് പോകണമെന്ന് നമുക്കറിയുന്നില്ല. 10 കൊല്ലം 20 കൊല്ലം മുമ്പുള്ള കാലമല്ല ഇന്ന്. ഇനി 20 കൊല്ലം കഴിഞ്ഞാൽ എന്താവെന്ന് പറയാനും പറ്റില്ല. പക്ഷേ എല്ലാ ഈ പറയുന്ന ഓരോ പ്രതിസന്ധിയും നമുക്ക് ഉണരാനുള്ള സാഹചര്യം ഈശ്വരൻ ഒരുക്കി തരികയാണെന്ന് മനസ്സിലാക്കി ഉണരുക. അല്ലാണ്ട് ഇതിൽ തളർന്നു പോകരുത്. ഇതോരോ പ്രതിസന്ധിയും, അത് ജീവിതത്തിലാണെങ്കിലും പുതിയൊരു സാധ്യതയിലേക്കുള്ള ഒരു കവാടം തുറക്കുകയാണെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും പുതിയ കവാടങ്ങൾ തുറക്കും. അല്ലാണ്ട് ഇതാണ് എല്ലാറ്റിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു വീഴുള്ളൂ. ഇതമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. 8ാമത്തെ ദിവസം മഹാഗൗരി വീണ്ടും ശുദ്ധിയെയും പുനർനവീകരണങ്ങളെയും പഠിപ്പിക്കുന്നു. റിന്യൂവൽ, നവീകരിക്കുക. എന്തും കുറേ കാലം കഴിഞ്ഞാൽ ജീർണിക്കും. പുനരുദ്ധരിക്കണം. നമുക്ക് അമ്പലമാണെങ്കിലും വീടാണെങ്കിലും ശരീരമാണെങ്കിലും നമ്മളെന്തിനാ ചികിത്സയ്ക്കൊക്കെ പോണത്? നവീകരിക്കാനാണ്. വീടാണെങ്കിലും നമ്മൾ ഒന്ന് റീമോഡൽ ചെയ്യണം എന്നാ പറയുക അല്ലേ. നവീകരണം വേണം. എന്തും കാലത്തിനനുസരിച്ച് നവീകരിക്കണം. അത് ആ ചൈതന്യം, ആ മഹാഗൗരിയുടെ നിറം സ്വർണ്ണ നിറമാണ്, വെളുത്ത വസ്ത്രമാണ്, അതിസുന്ദരിയാണ് അമ്മ. ആ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്ത, സൗമ്യ. കാളരാത്രി കഴിഞ്ഞിട്ട് നേരെ വരുന്നത് മഹാഗൗരിയിലേക്കാണ്. എല്ലാ യുദ്ധങ്ങൾ കഴിഞ്ഞാലും ഒരു കഴുകലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. കാളരാത്രി യുദ്ധമാണെങ്കിൽ അത് കഴിഞ്ഞ് വേണ്ടൊരു കുളിയുണ്ട്. കുളിച്ച് ശുദ്ധാവുക, നല്ല വസ്ത്രമൊക്കെ പുതിയത് ധരിക്കുക. എന്നിട്ട് നമ്മളെ കോലായിൽ വന്നിട്ട് ഇരിപ്പുണ്ട് അല്ലേ. ജീവിതത്തിൽ അന്നത്തെ യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് പിന്നെ അതിനും നേരില്ല. അത് കഴിഞ്ഞാൽ ഫോണിലെ യുദ്ധമുണ്ട്. നമുക്ക് ഫുൾ ടൈം യുദ്ധമാണ്. രാവിലെ എണീച്ചാൽ ഫോണിൽ യുദ്ധം, വൈകുന്നേരം വന്നാലും ഫോണിൽ യുദ്ധം. ചോദിച്ചാൽ റിലാക്സ് ചെയ്യണമെന്നാണ് പറയുക. നോക്കൂ, ഫോൺ നോക്കുമ്പോഴും ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു റിലാക്സിങ്ങും കിട്ടുന്നില്ല. നിങ്ങൾ കൂടുതൽ കത്തിക്കുന്നു. എന്തിനായി അബദ്ധം കാണിക്കുന്നു? ചീഞ്ഞ ഭക്ഷണം ആരും കഴിക്കാറില്ല. പക്ഷെ കണ്ണു കൂടിയും ചെവി കൂടിയും ചീഞ്ഞത് മാത്രമേ കഴിക്കൂ. അതും ഭക്ഷണമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് വിവേചനം വരും മനുഷ്യന്. അപ്പോൾ ഏതൊരു സ്ട്രഗിൾ കഴിഞ്ഞാലും, ഏതൊരു യുദ്ധം കഴിഞ്ഞാലും അവിടെ ഒരു ക്ലൻസിങ് ആവശ്യമാണ്, ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ട് ധർമ്മം ഏതോ കാലത്തുണ്ടായത് മാത്രം ശരിയെന്നല്ല, കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടണം. ഏതോ നൂറ്റാണ്ടിലുണ്ടായത് മാത്രം ശരിയെന്ന് പറഞ്ഞിരുന്നാൽ ഇത് പൊട്ടക്കിണറ്റിലെ വെള്ളം പോലെ തീരും. നമ്മുടെ കുളങ്ങളുടെ അവസ്ഥയോ പുതിയ പുതിയ ആശയങ്ങൾ ഒഴുകി വരണം. അപ്പോഴേ സരസ്വതി വരുള്ളൂ. സരസ്വതിച്ചാൽ ആശയങ്ങളുടെ ഒഴുക്കുക എന്നാണ്. നോക്കൂ, നവരാത്രി അവസാനിക്കാറാവുമ്പോൾ 8ാമത്തെ ദിവസം എത്തുമ്പോൾ പുതിയ ആശയങ്ങളുടെ പ്രസക്തി വന്നു. മഹാഗൗരി പറയുമ്പോൾ അതാ പറയണത്. റിഫോർമേഷൻ വരണം, സമൂലമായ മാറ്റങ്ങൾ വരണം, മിഥ്യാധാരണകൾ മാറിപ്പോണം, അന്ധവിശ്വാസങ്ങൾ മാറിപ്പോണം. ഈശ്വരൻ ഇല്ല എന്ന് പറയണതും ഒരു വിശ്വാസമാണ്. ഈശ്വരൻ ഇല്ല എന്നവർ വിശ്വസിക്കണം. അതുകൊണ്ട് നിരീശ്വരവാദിയും വിശ്വാസിയാണ്.
നിരീശ്വരവാദിയും വിശ്വാസിയാണ്. ഈശ്വരൻ ഇല്ല എന്നുള്ളത് അവരുടെ വിശ്വാസമാണ്, ഈശ്വരൻ ഉണ്ട് എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. എല്ലാവരും വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രപഞ്ചത്തിലൊരു വസ്തു ഉണ്ട്, ഇതിൻ്റെ ഒക്കെ അന്തർലീനായിട്ട്. അത് ആർക്കും മാറ്റാൻ പറ്റില്ല. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദാറ്റ് പവർ ഡസൻ കെയർ. പുല്ലാണ്. നമ്മൾ വിശ്വസിച്ചോ ഇല്ലയോ നമ്മുടെ സർട്ടിഫിക്കറ്റ് അതിന് ആവശ്യമില്ല. അത് കാലാകാലങ്ങളിൽ മഴ പെയ്യ്ക്കും, പ്രളയം വരുത്തേണ്ട സമയത്ത് പ്രളയം വരുത്തും, വരൾച്ച വരുത്തേണ്ട സമയത്ത് വരൾച്ച വരുത്തും, പലതും ചെയ്യും. ഞാൻ പല പ്രഭാഷണങ്ങളും പറഞ്ഞു. ഞാൻ ആഫ്രിക്കയിൽ നാഷണൽ ജോഗ്രാഫിക്കിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാൻ ഏറ്റവും പഠിച്ചതാണ് ഈ അകത്തിരിക്കണവളുണ്ടല്ലോ, അവളെപ്പോലെ സ്നേഹിക്കാനും അതേപോലെ കടിച്ചു കീറാനും കഴിവുള്ള ഒരാൾ വേറെ ഈ പ്രപഞ്ചത്തിലില്ല. അവൾക്ക് ഇഷ്ടമുള്ളവളെ പ്രസവിക്കും, ഇഷ്ടം പോലെ വളർത്തും, കൊല്ലണം തോന്നിയാൽ കൊന്നിരിക്കും. ചോദ്യം ചോദിക്കാൻ മനുഷ്യന് അവകാശമില്ല, ഒരു ജീവിക്ക് അവകാശമില്ല. അത് അവളുടെ ഇഷ്ടമാണ്. അത് തിരിച്ചറിയാനുള്ള അവസരമാണ് നവരാത്രി. അവളുടെ അതീശത്വം, അവളുടെ ഇഷ്ടം, അവളുടെ സ്നേഹം, അവളുടെ വെറുപ്പ്, അവളുടെ കോപം, അതിലൊക്കെ ആ അമ്മയെ തിരിച്ചറിയാന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞാൽ സാധിക്കും. പൂച്ച കുട്ടികളെ തിന്നും, കണ്ടിട്ടുണ്ടോ? നമ്മൾ പറയും അത് അശ്രീകരം പിടിച്ചത് കുട്ടിയെ തിന്നണു എന്ന് പറഞ്ഞാൽ അതിനെ ചവിട്ടും. പൂച്ച എന്തിനാ തിന്നണമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പെറ്റ തള്ളയായതുകൊണ്ട് പൂച്ചക്കറിയും അംഗവൈകല്യമുള്ള കുഞ്ഞിനെ. ഇത് വളർന്നാൽ നാളെ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്ന ഉറപ്പുള്ളതിനെ അത് തിന്നും. നാളെ ജീവിക്കാൻ കഷ്ടപ്പെടും എന്ന് ഉറപ്പുള്ളതിനെ, വളരില്ല മര്യാദയ്ക്ക് എന്ന് ഉറപ്പുള്ളതിനെ പൂച്ച തിന്നിരിക്കും. ഇനി കുട്ടിയെ തിന്നണ പൂച്ചയെ ചവിട്ടാൻ പോയി. ദേവിക്കതറിയാം. മനുഷ്യനുണ്ടാക്കുന്ന അറിവുകളിലല്ല നിൽക്കുന്ന ഈ തിരിച്ചറിവ് വരേണ്ടത് ഈ 8ാമത്തെ ദിവസമാണ്. അപ്പോഴേക്കും അഷ്ടമിയാവും. നമുക്ക് 9ാമത്തെ ദിവസം മഹാനവമി ദിവസം നമ്മൾ കേരള സമ്പ്രദായത്തിൽ അന്ന് ദുർഗാ ആയുധപൂജ വയ്ക്കും. നമ്മൾ സിദ്ധിദാത്രി എന്ന് പേരോട് കൂടിയിട്ടുള്ള ദേവതയാണ്. സമ്പൂർണ്ണ സമർപ്പണമാണ് അന്നത്തെ ദിവസം. അതാണ് അന്നത്തെ ദിവസം എല്ലാ പണിയായുധങ്ങളും നമ്മുടെ സകല കർമ്മങ്ങളെയും അമ്മയുടെ പാദങ്ങളിൽ, നമ്മുടെ വാഹനങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. മിണ്ടാതിരിക്കുക, സകലതും കൊടുത്തിട്ട് ശരീരമടക്കം എടുത്ത് പാദത്തിൽ വെച്ചിട്ട് മിണ്ടാതിരിക്കുക. എന്തിന്? ഇനി അങ്ങോട്ട് ഉണർന്നെണീച്ചിട്ട് പ്രവർത്തിക്കാൻ. അതിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ദിവസമാണ് മഹാനവമി. അതാണ് സിദ്ധിദാത്രി, സിദ്ധിയെ തരുന്നവൾ. സമ്പൂർണ്ണമായി സമർപ്പിച്ചാലേ സിദ്ധി കിട്ടുള്ളൂ. പാലക്കാട് ഭാഷ പറഞ്ഞ സിദ്ധി കൂടുകയല്ല, സിദ്ധി കിട്ടുക. എന്തെങ്കിലും ഒരു കഴിവിൻ്റെ പൂർണ്ണതയിൽ സ്വാംശീകരിക്കാൻ സാധിക്കലാണ് സിദ്ധി. എല്ലാ ശക്തികളും അവളിൽ നിന്നാണ് വരണമെന്നുള്ള തിരിച്ചറിവാണ് മഹാനവമി ദിവസം നമുക്ക് കിട്ടണം. ആ 9ാമത്തെ ദിവസം അന്ന് നമ്മൾ നമ്മുടെ അഹങ്കാരം, ഈഗോനെ, നമ്മുടെ കഴിവുകളെയും കഴിവില്ലായ്മയും ഒക്കെ നമ്മുടെ പാദങ്ങളിലിടണം. ധർമ്മത്തിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെ ആ ദേവിക്ക് സമർപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അന്ന് രാത്രി നമ്മൾ പരിപൂർണമായിട്ട് സമർപ്പിക്കുമ്പോൾ ഒരു പ്രഭാതം വരും. ആ പ്രഭാതത്തിൽ വിജയം സുനിശ്ചിതമായിരിക്കും. അത് വിജയദശമി. അന്നത്തെ ദിവസവും ദേവിക്കൊരു പേരുണ്ട്, വിജയ എന്നാണ് അവളുടെ പേര്. ജീവിതത്തിൽ വിജയിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അതാണ് ആ ദശമി ദിവസം നമ്മൾ വീണ്ടും അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചിട്ടും പണിയായുധം എടുത്തിട്ട് ഒന്ന് പ്രവർത്തിച്ചിട്ടും വീണ്ടും ആരംഭിച്ചു വയ്ക്കുന്നത്. ഇങ്ങനെ ദേവി നമുക്ക് 9 ദിവസം പ്ലസ് 1 ഡേ 10 ദിവസവും നമുക്ക് വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് മുഴുവനൊന്നും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കും ഓർമ്മയുണ്ടാവില്ല. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും നേരം അമ്മയെ ആലോചിച്ചുകൊണ്ടിരുന്നു. അതാണ് നമ്മുടെയൊക്കെ സന്തോഷവും സൗഭാഗ്യവും. ഈ ഒരു സന്ധ്യയ്ക്ക് നമ്മൾ അത്രയും നേരം അമ്മ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിന്നു. ഇതേ വേണ്ടൂ. ഇതിന് വേണ്ടിയിട്ടാണ് ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നതും ഇതൊക്കെ പറയുന്നതും. ഇനി ഇതിൽ ഓർമ്മയുള്ളത് ആചരിക്കുക. ഇനി വരുന്ന ദിവസങ്ങൾ ഇപ്പോൾ 3 ദിവസമായിട്ടേ ഉള്ളൂ. ഇനി വരുന്ന ഇനിയും ഉണ്ട് നമുക്ക് 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഉണ്ട്, 7-8 ദിവസം ഉണ്ട് ഇത്തവണ നമുക്ക്. അപ്പോൾ സന്തോഷമായിട്ട് ആചരിക്കാം, പറ്റുന്നത്ര ആചരിക്കുക. അതുകൊണ്ട് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു 4 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെയുള്ള അറിവ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ തന്നെ. ആ നഷ്ടപ്പെടൽ അമ്മയെ നഷ്ടപ്പെടുത്തലാണ് എന്ന് മനസ്സിലാക്കുക. ആ പ്രാധാന്യത്തോട് കൂടിയിട്ട് ക്ഷേത്രങ്ങളിൽ തന്നെ, ക്ഷേത്രങ്ങൾ വെറും ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലാണ്ട് തന്നെ ഓരോ ഗ്രാമക്ഷേത്രങ്ങളിലും പാഠശാലകൾ ഉണ്ടാക്കണം. കുട്ടികൾ താല്പര്യമുള്ളവർ പഠിച്ചാൽ മതി. എത്രയോ അമ്മമാർ നന്നായിട്ട് നാരായണിയും ഭാഗവതവും ഒക്കെ വായിക്കണവരുണ്ടല്ലോ. കുട്ടികൾ താല്പര്യമുള്ള കുട്ടികൾ വരട്ടെ, താല്പര്യമുള്ള മുതിർന്നവർ വരട്ടെ. സ്ത്രീയാണ് പഠിപ്പിക്കണോണ്ടുള്ളതുകൊണ്ട് ഒരു കുറച്ചിലും വിചാരിക്കേണ്ട ആണുങ്ങൾ വന്നിരുന്ന് പഠിക്കൂ. ആഴ്ചയിൽ ഒരു ക്ലാസ്സെങ്കിലും വെക്കുന്ന പാഠശാലകൾ ഉണ്ടാവണം. അറിവിനെ പുരസ്കരിക്കൂ. എന്നിട്ട് ആ വർഷാവസാനം ഒരു സമ്മാനം വയ്ക്കൂ.
ക്ഷേത്രങ്ങളുടെ പേരിൽ ഒരു സമ്മാനം വയ്ക്കുക, ആരെങ്കിലും വിളിച്ച് അവാർഡ് കൊടുക്കുക, ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യാനല്ല ഞാൻ പറഞ്ഞു. ഇവിടെയുള്ള മേശാന്തിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മുതിർന്നൊരു കാരണവർ ആരാച്ച ആ ആളെ കൊണ്ടൊരു സമ്മാനം കൊടുപ്പിക്കുക ഒരു കുട്ടിക്ക്. ഒരു വലിയ തലമുറ കടന്നു പോകുന്ന ഒരു വലിയ തലമുറ, ഒരു വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കണം അംഗീകാരമായിരിക്കും അത്. ഓരോ ക്ഷേത്രങ്ങളിൽ അമ്മയോടുള്ള നമ്മുടെ പ്രതിബദ്ധത, സംസ്കാരത്തിനോടുള്ള പ്രതിബദ്ധത തന്നെയാണ്. രണ്ടല്ല, അത് മനസ്സിലാക്കുക. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പാടടഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ കഴിവുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ആവുന്ന സഹായം ചെയ്യാം. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇന്ന് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ആന്ധ്രയിലെ മതപരിവർത്തനത്തിൻ്റെ ഭീകരതയുടെ ശക്തി വർദ്ധിച്ചു. ചന്ദ്രബാബു നായിഡുവിൻ്റെ മിനിസ്ട്രി വന്നതിന് ശേഷം അവർ ചെയ്യുന്ന ഒരു ഞാൻ TTD ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളിൽ ജെയ്യുമായിട്ട് ചേർത്ത് അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയുന്ന കാര്യമാണ്. അവിടെ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം അറിഞ്ഞത് അവർ ഇന്ന് പത്രസമ്മേളനം നടത്തി ഇന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആന്ധ്രയിൽ ഉടനീളം ഗ്രാമങ്ങളിൽ, ഉൾഗ്രാമങ്ങളിൽ 1000 ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ പോകും. പുനർനിർമ്മിക്കുകയല്ല, പുതുതായിട്ട് ലാൻഡ് മേടിച്ചിട്ട് നിർമ്മിക്കാൻ പോകും തിരുമല തിരുപ്പതി ദേവസ്ഥാനം. 1000 ക്ഷേത്രങ്ങൾ. കാലത്തിൻ്റെ ആവശ്യമാണ്. അവിടെ അന്നദാനം, ഏതൊരു ക്ഷേത്രത്തിലും അറിവിൻ്റെ ദാനം ഉണ്ടാവണം, മരുന്നിൻ്റെ ദാനം ഉണ്ടാവണം, അന്നദാനം ഉണ്ടാവണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ താനെ ജനം വരുവാണ്, അല്ലെങ്കിൽ ജനം വരില്ല. മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമുള്ളത് വിശപ്പ് മാറുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ആരോഗ്യം, ശരീരം സ്വാസ്ഥ്യമായിരിക്കുക. അതൊരു ക്ഷേത്രം സഹായിക്കാൻ തുടങ്ങിയാൽ താനെ അവിടെ ആൾക്കാർ വരും, താനെ അവർ ആ സംസ്കാരത്തിൽ വരും. പിന്നെ താല്പര്യമുള്ളവർ അറിവും തേടി വരും. ഇത് മൂന്നും കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഓരോ ക്ഷേത്രങ്ങളിലും. കുഞ്ഞുങ്ങൾ അറിവില്ലാണ്ട് നമ്മൾ തന്നെ നമ്മുടെ അറിവിനെ പരിഹസിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ തലമുറകൾക്ക് പുച്ഛമായിട്ട് മാറിയത്. നമ്മുടെ തൊട്ട് മുമ്പുള്ളൊരു തലമുറയെക്കുറിച്ച് ഞാൻ എന്നും പറയാറുണ്ട്, അവർ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതുമില്ല. പഴയ നല്ലത് മുഴുവൻ കാരണവന്മാരുടെ നല്ലതൊക്കെ കളഞ്ഞു. ചീത്ത കളഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ചീത്തയായിട്ട് അനവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ വിദേശത്തു നിന്നുള്ള നല്ലത് വല്ലതും പഠിച്ചോ? സാഹിബിൻ്റെ അതൊന്നും പഠിച്ചില്ല. സമയനിഷ്ഠത പഠിച്ചില്ല. ഒരു കാര്യം ചിട്ടയായിട്ട് ചെയ്യാനുള്ള അവരുടെ കഴിവ് പഠിച്ചില്ല. അവരുടെ എല്ലാ വൃത്തികേടും പഠിച്ചു. എന്നിട്ട് പരിഷ്കാരികളെന്നുള്ള പേരും വെച്ചു. ഒരു കാര്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡീറെയിലായത്. ഇന്നിപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളിൽ എത്രയോ ഇപ്പോൾ ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയുന്ന കുട്ടികൾ. ഒരു പക്ഷേ ചിറ്റലഞ്ചേരിയിൽ ആദ്യമായിട്ട് വരുന്നവരായിരിക്കും. അവർ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം ഈ പ്രായത്തിൽ അവരത്രയധികം സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. പറയാൻ എല്ലാവരും നല്ല ജോലിയിൽ ഇരിക്കണവരാണ്. അവർക്ക് ആർക്കും കുറേ സമയം മണിക്കൂർ കണക്കിന് നിന്ന് ജപിക്കാനൊന്നും സമയം കിട്ടിയിട്ടല്ല. അങ്ങനെയുള്ള കുട്ടികളിലാണ് ഇതിൻ്റെ ഭാവി ഇരിക്കുന്നത്. ധർമ്മം എവിടെയൊക്കെ പരിഹസിക്കപ്പെടുന്നുണ്ടോ അവിടെ പ്രതികരിച്ചിരിക്കണം. കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ട് പറയുമ്പോൾ നമ്മളൊരു കിക്കി ഇവർ ചിരിക്കരുത്. എന്താണ് ഈ 16,008 ഭാര്യമാരെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ സകല വാസനകളെയും നമ്മുടെ ഇഷ്ടത്തിന് തിരിച്ചു വിട്ടാൽ അത് നശിക്കും. നരകാസുരൻ്റെ രാജധാനി കിടന്ന അവസ്ഥയാവും. എന്നാൽ നമ്മുടെ വാസനകളെ മുഴുവൻ നമ്മൾ ഈശ്വരനിലേക്ക് തിരിച്ചു വിട്ടാൽ അത് ഈശ്വരപത്നിമാരാവും എന്നുള്ളതാണ് 16,008 ഭാര്യമാരുടെ ചുരുങ്ങിയ അർത്ഥം. അതുകൊണ്ട് എന്ത് വാസനയും ഈശ്വരങ്കലേക്ക് തിരിച്ചു വിടുക. ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. കാളി ആരാ, ദുർഗ ആരാ, സരസ്വതി ആരാ, ലക്ഷ്മി ആരാ, ശ്രീപാർവതി ആരാ, ഓരോന്നും അന്വേഷിക്കുക. കണ്ട ഇഷ്ടംമാതിരി മെറ്റീരിയലുണ്ട്. അല്ലാണ്ട് യൂട്യൂബിൽ കണ്ട തലതിരിഞ്ഞ മന്ത്രവും ജപിച്ചിട്ട് അതാണ് ആധ്യാത്മികത എന്ന് വിചാരിച്ചിട്ട് അപകടത്തിലാവരുത്, അസുഖങ്ങൾ വരുത്തി വെക്കരുത്. അർത്ഥമറിയുക, ആദ്യം ചിട്ടയായിട്ടിരിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാം. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര പൂജ. സത്യത്തിനെ വളച്ചു ഒടിച്ച് വ്യാഖ്യാനിക്കാതിരിക്കുക, ദയുണ്ടായിരിക്കുക, അച്ചടക്കം ഉണ്ടായിരിക്കുക, ധൈര്യമുള്ളവരായിരിക്കുക. ഇതെപ്പോഴും മനസ്സിൽ നിലനിർത്തണം. ഇത് ഉൾക്കൊള്ളാണ്ട് മുന്നോട്ട് നിങ്ങൾ പോയിട്ട് യാതൊരു കാര്യമില്ല. അത് എത്രത്തോളം നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണോ അത്രയും ഗുണമുണ്ടാവും എന്നുള്ളതാണ്. ഒരു ഗ്രാമത്തിൽ ഒരു കഥ, ദേവിയുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കഥ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കും. ചെറിയൊരു കഥയാണ്. ഇത് മാത്രം ഓർത്താം. ഈ കഥയകത്ത് നിങ്ങൾക്ക് വേണ്ടതുണ്ട്. നിങ്ങൾ വെച്ചാൽ ഞാനടക്കമുള്ള നമ്മുടെ ഈ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും വേണ്ടത് അതിൻ്റെ അകത്തുണ്ട്. ദുർഗാദേവിയുടെ ഒരു പ്രാചീനമായിട്ടുള്ളൊരു ക്ഷേത്രം. എല്ലാ ദിവസവും വൈകുന്നേരം അവിടുത്തെ പാവം പൂജാരി ഒരു നെയ്വിളക്ക് സ്പെഷ്യലായിട്ട് അമ്മയുടെ കാൽക്കൽ കത്തിച്ചു വയ്ക്കും. ആ വിളക്ക് എത്രയോ തലമുറകളായിട്ട് കെടാവിളക്ക് പോലെ കത്തിച്ചു വയ്ക്കുകയാണ്. പിന്നീട് അതിലെന്നും മാറി മാറി വന്ന തലമുറകളൊക്കെ അതിൽ എല്ലാ ദിവസവും ഒഴിക്കാനുള്ള നെയ്യ് കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ കൊണ്ട് കൊടുക്കും. ഇത് കത്തിക്കൊണ്ടിരുന്നത്
അതിൽ കൊണ്ട് ഒഴിച്ചിരുന്ന എണ്ണയെ കൊണ്ടല്ല. അത്രമാത്രം എണ്ണയോ നെയ്യോ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ആ ക്ഷേത്രത്തിന് ഇല്ലായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് അറിഞ്ഞ് അവർ കൊടുക്കും. അങ്ങനെ കൊടുത്ത് കാലങ്ങൾ കഴിഞ്ഞു ഇരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്നു. ഭയാനകമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ്, അലറി വിളിച്ചൊരു കൊടുങ്കാറ്റ്. പൂജാരിക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പോലും പറ്റിയില്ല. ഈ വിളക്ക് കിടന്ന പോലെ ബാക്കിയുള്ള വിളക്കുകളൊക്കെ കെട്ടു. ഈ വിളക്ക് മുലയാൻ തുടങ്ങിയപ്പോൾ അയ്യോ ഇത് കെടരുത് എന്ന് വിചാരം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആരോ ഓടി വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ വീട്ടിൻ്റെ മുകളിൽ ഇടിമിന്നി, തീ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു നിമിഷം എല്ലാം മറന്ന് അദ്ദേഹവും ഓടിപ്പോയി. വെള്ളമൊക്കെ അപ്പോഴേക്കും മഴ വന്നു, കുറച്ച് ഭാഗം കത്തിയുണ്ടായിരുന്നു. ഭാര്യയും മക്കളൊക്കെ പുറത്തേക്ക് ഓടി. ആകെ എന്താ പറയുക, ബഹളം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനവധി വീടുകൾക്കും അനവധി കന്നുകാലികൾക്കും ഒക്കെ നാശനഷ്ടം, കൃഷിയിടങ്ങളിലൊക്കെ നാശനഷ്ടം ഉണ്ടായി അന്നത്തെ ദിവസം രാത്രി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴ നിൽക്കാൻ ഒരു സ്ഥലവും ഇല്ലാണ്ടായപ്പോൾ അവസാനം ഓടി എല്ലാവരും കൂടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്നു. കാരണം അമ്പലം സുരക്ഷിതമാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ മഴയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതി എല്ലാവരും ഓടി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വന്നു. അതിൻ്റെ ഉള്ളിൽ വന്ന് കഴിഞ്ഞപ്പോൾ അവർ ആ വാതിലിൻ്റെ ഇടയിൽ കൂടെ ഒരു സംഭവം കണ്ടു. ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിളക്ക് കെട്ടിട്ടില്ല. ഇത്ര ഭീകരമായിട്ടുള്ള മഴ വന്നിട്ടും ആ ക്ഷേത്രത്തിലെ സകല വിളക്കുകൾ കെട്ടുപോയിട്ടും അത് കെട്ടിട്ടില്ല. ആ സമയത്ത് പൂജാരി തന്നെ ചോദിച്ചു അത്രേ, ഇന്ന് ഒഴിച്ച നെയ്യ് പോലും കത്തിക്കഴിയേണ്ട സമയം കഴിഞ്ഞു, അത്രയും രാത്രിയായി കഴിഞ്ഞു. അപ്പോഴേക്കും കൂടുതൽ നെയ്യ് ഒഴിക്കാൻ എനിക്ക് സാവകാശം കിട്ടിയിട്ടില്ല, ഇത്രയും വലിയ കാറ്റടിച്ചു, എങ്ങനെയാണ് ഈ ദീപം കത്തിക്കൊണ്ടിരുന്നത് എന്നിങ്ങനെ ചോദിച്ച സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു അശരീരി ഉണ്ടായത്രേ. നെയ്യുകൊണ്ടല്ല മക്കളെ ധർമ്മം നിലനിൽക്കുന്നത്, വിശ്വാസം കൊണ്ടും ധൈര്യം കൊണ്ടും ബലിദാനം കൊണ്ടുമാണ് നിലനിൽക്കുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾക്ക് മുമ്പുള്ള തലമുറകളും ശ്രദ്ധാപൂർവം സമർപ്പിച്ച ആ ബലിദാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തി കൊണ്ടാണ് ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കും. ഇതിലുള്ള ഓരോ തുള്ളി നെയ്യും നിൻ്റെയും നിൻ്റെ പൂർവീകൻ്റെയും ഭക്തിയുടെ തുള്ളികളാണെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അശരീരി വന്നു അത്ര. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ വിളക്കാണ് നമ്മുടെ ധർമ്മം. ഹിന്ദുധർമ്മം, സനാതനധർമ്മം പറയുന്നത് ഈ വിളക്കാണ്. നമ്മുടെ പൂർവീകർ അതിൽ ധാരാളം ഭക്തിയുടെ തുള്ളികൾ ഒഴിച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര തോന്നിയവാസം കാണിച്ചിട്ടും ഇന്നും അത് നിലനിൽക്കുന്നത്, ഇത്രയും കൊടുങ്കാറ്റുണ്ടായിട്ടും അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന തലമുറകൾക്കത് കിട്ടണമെങ്കിൽ അതിൽ ഒരു തുള്ളി ഇറ്റിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് ഈ നവരാത്രിക്ക് അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിൽ സദാ സൂക്ഷിക്കുക. ഈ വിളക്ക് എല്ലാവരുടെ മനസ്സിലും കൊളുത്തപ്പെടട്ടെ, വരുന്ന തലമുറകളുടെ മനസ്സിലും ഇത് കൊളുത്താനിടയാവട്ടെ. നിങ്ങളെല്ലാവരെയും ആ പൊന്നു ഗുരുവായൂരപ്പനും ചെറുനൊട്ടൂരിയിൽ ഇരിക്കണ ആ മഹാഭഗവതി മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദേശത്തിനെയും കുടുംബങ്ങളെയൊക്കെ ആ അമ്മ സദാ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പാർഷദന്മാരെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നിങ്ങളും അവരെ നമസ്കരിക്കുക. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിൽ നമ്മുടെ വിചാരം നമ്മൾ ഈ കുറച്ച് പേരാണ് ഈ കഥ കേൾക്കാനിരിക്കണമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അമ്മയുടെ കോടാനുകോടി വരുന്ന പാർഷദന്മാരുണ്ട്, അദൃശ്യരൂപികൾ. അവരോരോരുത്തരും സശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ദേവിയെക്കുറിച്ച് പറയണത്. അതുകൊണ്ട് അമ്മയോടൊപ്പം തന്നെ അവരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കണം. ഈ നവരാത്രി നമുക്കെല്ലാവർക്കും പുതിയൊരു ശക്തി പ്രദാനം ചെയ്യട്ടെ അമ്മ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ആ ചെറുനൊട്ടൂരി അമ്മയുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തിനെ സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പൊന്നു ഗുരുവായൂരപ്പ, അമ്മേ സർവേശ്വരി സന്തോഷിക്കണേ, സമസ്താപരാധം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ.